നമസ്തേ. റേഷൻ കടകളൊക്കെ കാലിയായിട്ട് കാലം എത്രയായി സാർ? പെൻഷൻ ഇല്ലാതെ ടെൻഷൻ അടിക്കുന്നവരെ കാണുന്നുണ്ടോ സാർ? ആശമാരുടെ ആശങ്ക തീർക്കാൻ 100 രൂപയെങ്കിലും കൂട്ടാൻ മനസാക്ഷിയുണ്ടോ സാർ? എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ നാടൊട്ട് കാനവരുപ്പത്തിൽ പ്രതിഷ്ഠിക്കാൻ കോടികളുണ്ടല്ലോ സാർ. വാർഷികാഘോഷം കളർഫുള്ളാക്കി ആളെ ഫുള്ളാക്കാൻ കോടികൾ എവിടുന്നാണ് സാർ? ദുബായിലും ഖത്തറിലും കോടികളുടെ പരസ്യം പതിപ്പിച്ച് നിങ്ങൾ എന്തു നേടാനാണ് സാർ? ചുമ്മാതല്ല സാർ, നിങ്ങളുടെ സഹയാത്രികൻ റഫീഖ് അഹമ്മദ് പാട്ടുവരികളിലൂടെ നിങ്ങൾക്ക് പൂട്ടിട്ടത്. വേഷം മാറിയ വഞ്ചകവർഗം ചൂഷകരേക്കാൾ അതിനിന്ദ്യർ, ന്യായീകരണരാം സാംസ്കാരികരോ നാണമിതെന്തെന്നറിയാത്തോർ. നാളെയുമുണ്ട് ഈ ലോകം, നിങ്ങൾ നാളുകൾ എണ്ണിയിരുന്നോളൂ. ഭാവി ചരിത്രം നിങ്ങളെ എഴുതും. കരിമഷിയിൽ കനൽ വിരൽ മുക്കി നീതി ജയിക്കും, അബലകൾ ഞങ്ങളുടെ ആശകൾ ഒരു നാൾ പൂവണിയുമെന്ന്. സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, BJP നേതാവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, LDF പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, പണ്ട് ഒരു മലയാള സിനിമയിൽ എനിക്കിവിടെ മാത്രമല്ലടാ അങ്ങ് ദുബായിലുമുണ്ട് പിടി എന്നതിന് സമാനമായൊരു ഡയലോഗ് പറയുന്നുണ്ട്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്, മുഖ്യമന്ത്രി അത് സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടി. ധൂർത്തിൻ്റെ പെരുമഴയായി ടൂറിസം വകുപ്പ് മാറുന്നു. ദുബായിലും ഖത്തറിലും വിമാനത്താവളങ്ങളിൽ പരസ്യങ്ങൾ നൽകാൻ മാത്രം 3 കോടി രൂപ, 4 മിനിറ്റിൻ്റെ പ്രചാരണ വീഡിയോകൾ തയ്യാറാക്കാൻ 39 ലക്ഷം രൂപ. ഒരാഴ്ചക്കിടെ മാത്രം ടൂറിസം വകുപ്പ് ചെലവാക്കിയത് 10 കോടി രൂപയാണ് പരസ്യങ്ങൾക്ക് വേണ്ടി എന്നോർക്കണം. ഇതൊക്കെ ചെലവോ പാഴ്ചെലവോ? അണിയറയിൽ ഒരു പട്ടാഭിഷേകത്തിന്റെ ഒരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന് നിരക്കാത്ത രൂപത്തില് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കൊച്ചു കേരളത്തിനുണ്ടാക്കിയ കനത്ത വറുതിയുടെ നാടുകൾ മറച്ചുവെക്കാനും സ്വന്തം വംശാധിപത്യം നിലനിർത്താനും അസത്യപ്രചരണങ്ങളിലൂടെയും പാണൻ പാട്ടിലൂടെ തങ്ങൾ ഒരുക്കി നിർത്തുന്ന തങ്ങളുടെ കേഡർ സംവിധാനത്തിലൂടെയും രാജ്യത്തെ ഇത്തരത്തിൽ ഒരു ജനതയെ മുഴുവൻ മയക്കിക്കിടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വർത്തമാനകാല കേരളത്തിലെ സകലമാന മാധ്യമങ്ങളും അനുഭവിക്കുന്ന കേരളത്തിലെ ജനതയും സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി. വറ്റി വരണ്ട ഖജനാവ്, പാവപ്പെട്ടവന്റെ യാതൊരു വിഷയ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ കഴിയാത്തൊരു സർക്കാർ, അശനിപാതം പോലെ പതിക്കുന്ന ദുരന്തങ്ങളിൽ കണ്ണും നട്ട് ഭാവിയെ പഴിച്ചിരിക്കുന്ന തലമുറ, അവർക്ക് ആശ്വാസമേകുന്നതിനുള്ള പദ്ധതികൾക്ക് പകരം വൈത്താരികളിലൂടെയും പാണൻ പാട്ടിലൂടെയും ജനതയെ മയക്കാനുള്ള പ്രവർത്തനങ്ങൾ. കൃഷ്ണരാജ് തന്നെ ചൂണ്ടിക്കാണിച്ചു. 100 ദിവസം കഴിഞ്ഞു അംഗൻവാടി ആശാവർക്കർമാരുടെ സമരം. ഒരു 100 രൂപ കൂട്ടിത്തരാനാണ് അവരാവശ്യപ്പെടുന്നത്. അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സർക്കാർ. അവരുടെ പാതയിലേക്ക് തന്നെ അംഗൻവാടി ടീച്ചർമാരും പൊതുരംഗത്തുള്ള ഹരിതകർമ്മസേനയിലെ പ്രവർത്തകന്മാരും ഒക്കെ തന്നെ തങ്ങൾക്ക് ലഭിക്കാത്ത പോയെന്ന കഷ്ടപ്പാടുകളുടെ വർണ്ണനകൾ എഴുതുന്നു. റേഷൻ ഷാപ്പിൽ ഉൽപ്പന്നങ്ങൾ തന്നിട്ട് നാളുകളാകുന്നു. നോക്കൂ, കഷ്ടത മാത്രമല്ലേ, ക്ഷമിക്കണം, ആ ദുരന്തത്തിനപ്പുറത്തേക്ക് വരും തലമുറയുടെ ആസ്തി കൂടി എടുത്തുകൊണ്ടാണ് കടം വാങ്ങിക്കൊണ്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ധൂർത്ത്, അഴിമതി, ധിക്കാരം, കെടുകാര്യസ്ഥത, ഇവയിലൂടെ നാശോന്മുഖമാകുന്ന ഒരു സർക്കാർ. അതിനിടയിൽ ഇവിടെ താങ്കൾ വിവരിച്ച മാതിരിയിൽ വരും തലമുറയെ പൊട്ടന്മാരാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യക്ക് അകത്തല്ല പുറത്ത്, ഗൾഫ് രാജ്യങ്ങളില്, വിദേശത്ത് ഇത്തരം ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് വൈത്താരികളിലൂടെ നിറയ്ക്കുമ്പോഴും അവർ ലക്ഷ്യമിടുന്നത് അതിനപ്പുറത്ത് മറ്റെന്തോ ഒക്കെയാണ്. കേരളം ഇന്നുവരെ ആർജിച്ചെടുത്തിരുന്ന സകലമാന മൂല്യങ്ങളുടെയും തിരസ്കാരമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ധിക്കാരപൂർവമായ അഴിമതി, കെടുകാര്യസ്ഥത, സ്വന്തക്കാർക്ക് വഴിവിട്ട് നൽകുന്ന ആനുകൂല്യങ്ങൾ, അതിന്റെ പരമ്പരയാണ്. ഈ വറുതിക്കിടയിലും നമ്മൾ കേൾക്കുന്നു. ഇത് മാത്രമല്ല, PSC മെമ്പർമാർക്ക് വാരി കോരിക്കൊടുക്കുന്നു. പുറംവാതിലൂടെ നിയമനം നടത്തിയവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കോടികൾ ഉപയോഗിച്ചുകൊണ്ട്
സംസ്ഥാനത്തിന്റെ അപജയങ്ങളെ മറച്ചു വയ്ക്കാൻ കോടതികളിൽ കേസ് നടത്തുന്നു. എല്ലാ അർത്ഥത്തിലും ആ തരത്തിൽ നടക്കുന്ന ധൂർത്തിന്റെ പെരുമഴക്കാലമാണ് യഥാർത്ഥത്തില് ഈ മാസങ്ങളിൽ നമ്മൾ ദർശിക്കുന്നത് എന്നാണ് കൃഷ്ണരാജെ അതിനെക്കുറിച്ച് ആമുഖമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നേരിട്ടാണ് ചോദ്യം. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എനിക്ക് ഉത്തരം പറയാലോ അല്ലേ? തീർച്ചയായും. കഴിഞ്ഞല്ലോ. കേരളത്തിൽ നടക്കുന്നത്, കേരളം കഴിഞ്ഞ 4 കൊല്ലവും തൊട്ടു മുമ്പുണ്ടായ 5 കൊല്ലവും കൂടി 9 കൊല്ലം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്നത് തന്നെയാണ്. അതിൽ വേറെ ഒരു മറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കേരള ഗവൺമെൻറ്റോ കാണിക്കുന്നില്ല. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ്. അക്ഷരങ്ങളും അക്കങ്ങളും നിരത്തിക്കൊണ്ട് കേരളം ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം എന്തൊക്കെ നേടി, ആ നേടിയ നേട്ടങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത് ഒരു കാണാമറയത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും ശ്രമിക്കുന്ന കേരളത്തിലെ കേന്ദ്രത്തിലെയും ഭരണകക്ഷികളും പ്രതിപക്ഷങ്ങളും എല്ലാം ചേർന്ന് നടത്തുന്ന പ്രചാരണത്തെ ഭംഗിയായി സമൃദ്ധമായി നേരിടേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുത്തിട്ടുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത് ഇന്നതാണെന്ന് അതിൻ്റെ യഥാർത്ഥ യജമാനന്മാരായ ജനങ്ങളെ അറിയിക്കാനുള്ള ചുമതല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനുമുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ആ മുതിരുന്ന ഗവൺമെന്റ് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അക്കങ്ങളും അക്ഷരങ്ങളും കൃത്യമായി കുറിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയാണങ്ങ്. പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ 70 കോടിയോ? ഇടതുപക്ഷ സർക്കാരല്ലേ? മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഹോർഡിങ്സ് 500 എണ്ണം പ്രദർശിപ്പിക്കാൻ 15 കോടി 63 ലക്ഷം. ഈ പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ 10 ലക്ഷം വേറെയാണ്. ഇത് എവിടെ കൊണ്ടിട്ട് ഡിസൈൻ? സ്വർണത്തിലാണോ ഡിസൈൻ ചെയ്തത്? അതെല്ലാം പോട്ടെ. വാഹന പ്രചരണത്തിന് 3 കോടി 30 ലക്ഷം. LED ഡിജിറ്റൽ വാൾ, LED ഡിജിറ്റൽ ബോർഡ്, KSRTCയിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പരസ്യം പതിപ്പിക്കാൻ കോടി. അതെല്ലാം പോട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ദുബായിലും ഖത്തറിലും വിമാനത്താവളങ്ങളിൽ പരസ്യം നൽകാൻ 3 കോടി. കണക്കുണ്ട്. 3 കോടി, 3 എന്ന അക്കമുണ്ട്, കോടി അക്ഷരത്തിലുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പം എന്ന് അവകാശപ്പെടുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതോ എന്ന ചോദ്യത്തിൽ തന്നെ അങ്ങ് പറഞ്ഞ ഉത്തരങ്ങൾ ശിഥിലമാകും. ഒരിക്കലുമില്ല. ഒരിക്കലും ഇക്കാര്യത്തിൽ അടിസ്ഥാന വർഗത്തിനോടുള്ള അവരെ ഏതെങ്കിലും തരത്തിൽ മാർജിനലൈസ് ചെയ്തിട്ടുള്ള സമീപനമല്ല. അടിസ്ഥാന വർഗത്തിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എത്തിക്കുവാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ദുബായും ഖത്തറും ഇപ്പോൾ എടുത്തു നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളാണ് അവിടുത്തെ കൂടുതലായിട്ടുള്ള ജനസംഖ്യയിൽ കാണാൻ സാധിക്കുക എന്നതാണ് ഒരു വസ്തുത. ഞാൻ പറയുന്നത് അരിത്തമെറ്റിക്കലി ശരിയാകണമെന്നില്ല. പക്ഷേ മഹാഭൂരിപക്ഷവും മലയാളികൾ നിവസിക്കുന്ന, മലയാളത്തിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി തൊഴിൽ തേടി പോയിട്ടുള്ള ആളുകളോട് അവരെല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടാകും. അവരെല്ലാ ദിവസവും ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടാകും. പരാതിയായോ അല്ലാതെയോ വീട്ടിലുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും. സാർ, പിന്നെ എന്തിനാണ് വിമാനത്താവളങ്ങളിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു വയ്ക്കുന്നതെല്ലാം? എന്തിനാണ് ഇങ്ങനെ കോടികൾ വെറുതെ ചെലവഴിക്കുന്നതെന്നാണ് ചോദ്യം. ചെലവാക്കുന്നത് സർക്കാരായിരിക്കാം, പക്ഷേ അത് ആരുടെ പണമാണ്? അതിന് എൻ്റെ കൗണ്ടർ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കൗണ്ടറാണ്. കാരണം
ഇത് നമുക്ക് ഡൽഹിയിലേക്കും കൂടി ഒന്ന് നോക്കിക്കൂടെ? അവിടെയൊക്കെ കാണുന്നില്ലേ ചിലയിടങ്ങളിലൊക്കെ? ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്യാവശ്യമായും ആവശ്യമായും ഒരു ഭരണകൂടം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും ജനങ്ങളിലേക്ക് യഥാർത്ഥ യജമാനന്മാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചുമതല അതത് സർക്കാരുകൾക്കുണ്ട്. അതത് സർക്കാരുകൾ അത് നിർവഹിക്കണം. തമിഴ്നാട്ടിലെ ഗവൺമെൻറ് നിർവഹിക്കണം, കർണാടകത്തിലെ ഗവൺമെൻറ് നിർവഹിക്കണം, മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഗവൺമെൻറ് നിർവഹിക്കണം, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാരതത്തിലെ ഗവൺമെൻറ്റും അത് നിർവഹിക്കണം. ആ നിർവഹണത്തിൽ കേരളം ഭരിക്കുന്നത് നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി പോയതുകൊണ്ട് ആളുകൾക്ക് അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. നിങ്ങളത് പറയണം. പറയേണ്ടവർ മുഴുവൻ അക്കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നതും നിങ്ങൾ പറയുന്നതും കേട്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ജന ടി വിയെ കുറിച്ചല്ല, ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നതും കേട്ട് യുക്തമായ ഒരു യഥാർത്ഥത്തിലുള്ള തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവരോട് ഈ വസ്തുതകൾ നമ്മൾ പറയുന്നതിനാവശ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിന് മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നതാണെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ ഒരു ക്യാപ്റ്റൻ എന്ന ഒരു ശീർഷകത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ, ജനങ്ങളെ അറിയിക്കണ്ടേ? എന്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം? ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ ഹൃദയപക്ഷത്താണ് മുഖ്യമന്ത്രിക്ക് ഇടമെങ്കിൽ അവിടെ പതിച്ചിട്ടുണ്ടാകുമല്ലോ ആ മുഖം. പിന്നെ എന്തിനാണ് ഇങ്ങനെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ നിരത്തി കോടികൾ ചെലവഴിക്കുന്നത്? ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ്? ജനാധിപത്യ രാജ്യമാണിത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമുക്കറിയാമല്ലോ, 2026 ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഗവൺമെന്റ് ജനങ്ങളുടെ ജനവിധിക്ക് തേടും. BJP മുന്നണിയായ NDA ജനവിധിക്ക് മുന്നിൽ പോകും. UDFന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF മുന്നിൽ പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ LDF എന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ അതിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമം നടത്തും. അത് നടത്തുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. അത് ഗവൺമെന്റിന്റെ ചെലവിലുമായിരിക്കും. ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഗവൺമെന്റിന് ഇത്രയും കാലം നേടിയെടുത്തിട്ടുള്ള 9 വർഷക്കാലം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. അത് സർക്കാർ നിർവഹിക്കുന്നു എന്ന് കണ്ടാൽ മതി. ഈ കാര്യത്തെക്കുറിച്ച് ശരി, ജനങ്ങൾക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാകും. കാരണം പണം ചെലവാക്കുന്നത് സർക്കാരാണെങ്കിലും അത് ജനത്തിൻ്റെ നികുതി പണമാണ് എന്ന് ജനത്തിനറിയാം. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറഞ്ഞു വെക്കാനുള്ളത്. അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, അതായത് ആദ്യം വാർഷികാഘോഷം എന്ന പേരിൽ 100 കോടിയോളം ധൂർത്തടിച്ചു. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിൻ്റെ പേരിൽ 10 കോടി ചെലവാക്കുന്നു പരസ്യത്തിന് വേണ്ടി. ഈ തകർന്ന തറവാട്ടിലെ കാരണവർ പിണറായിയും കാര്യസ്ഥൻ മുഹമ്മദ് റിയാസുമോ? കൃഷ്ണരാജ്, ഇന്ന് കേരളത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണല്ലോ ശ്രീ പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 4 വർഷം പൂർത്തീകരിച്ച ദിവസത്ത് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് അദ്ദേഹം പ്രസംഗിച്ചതും പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ചതും. അപ്പോൾ അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം, പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാരം 100 മാർക്ക്. അത് നമുക്ക് ആ കാര്യത്തിൽ അത്ഭുതമില്ല. കാരണം എന്നെ കുറിച്ച് ഇപ്പം ഞാൻ വാല്യുവേഷൻ ചെയ്യുകയാണെങ്കിൽ, കൃഷ്ണരാജ് സ്വയം വാല്യുവേഷൻ നടത്തുകയാണെങ്കിൽ, എൻ്റെ പഴയ നേതാവ് സുരേഷ് ബാബു സാറിനെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ, നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് മിടുക്കൻ എന്നേ പറയുള്ളൂ. 100 മാർക്കും നമുക്കിടും എന്നുള്ളതാണ്. ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി പറഞ്ഞാൽ പോരാ. അടി കൊണ്ടവനോ അല്ലെങ്കിൽ അടി കണ്ടു നിന്നവനോ പറയണം ആണ്ടി നല്ല അടിക്കാരനാണെന്ന്. ആണ്ടി തന്നെ ഞാൻ നല്ല അടിക്കാരനാണ് എന്ന് പറഞ്ഞാൽ അത് പൊതുജനത്തിന് വിശ്വാസമാവില്ല. അപ്പൊ ഇവിടെ വികസനത്തിന് 100 മാർക്കുമായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നിരിക്കുന്നത്. ഞാൻ 20-ാം തീയതിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, സുരേഷ് ബാബു സാർ അതിലൂടെ കണ്ണോടിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിലെ വിവിധ തുറകളിലുള്ള 6 പ്രമുഖ വിദഗ്ധർ, അതിലൊന്ന് ശ്രീമതി ലിഡ ജേക്കബ് ആണ്. അവർ റിട്ടയർഡ് IAS ഓഫീസർ ആയിരുന്നു, നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. അടുത്തത് ശ്രീ T ബാലകൃഷ്ണൻ, അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഒരു ധനുരാജ് എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോളിസി അനാലിസ്റ്റ്. അടുത്തത് ഒരു ലൈല സുധീഷ്, അവർ എന്റർപ്രണറാണ്. ശ്രീ ബാബു ജോസഫ്, അദ്ദേഹം ഡയറക്ടർ ഓഫ് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ SH കോളേജ് തേവര.
അടുത്തയാള് ശ്രീ ടോണി തോമസ്, അദ്ദേഹം ഗ്ലോബൽ എക്സിക്യൂട്ടീവ്. ഈ 6 പേര് കൂടി കേരളത്തിലെ 20 മന്ത്രിമാരെയും അസസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവര് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ കഴിഞ്ഞ 20-ാം തീയതി ഗവൺമെന്റിന്റെ 4ാം വാർഷികം പൂർത്തിയായ ദിവസം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അത് കൗതുകകരമായിട്ട് നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ ഇവരാരും എന്തെങ്കിലും അസസ്മെന്റ് നടത്താൻ സമ്പൂർണമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അവരൊക്കെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ മികവ് പ്രകടിപ്പിച്ച ആളുകളും ഇതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യുന്നവരും പഠനം നടത്തുന്നവരുമാണ്. അവർ 20 മന്ത്രിമാരെ അനലൈസ് ചെയ്തിരിക്കുന്നതിൽ നമുക്കറിയാമല്ലോ, ശരാശരി എന്ന് പറഞ്ഞ 10-ലാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് 100 മാർക്കിന്റെ പരീക്ഷ എഴുതുമ്പോൾ 50 മാർക്ക് 50% അല്ലെങ്കിൽ 10-ൽ 5 കിട്ടിയാൽ അവനെ ശരാശരി ആവറേജ് സെക്കൻഡ് ക്ലാസ് മാർക്ക് എന്നാണ് പണ്ട് SLC പരീക്ഷയൊക്കെ എഴുതുന്ന എനിക്കും സുരേഷ് ബാബു സാറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അന്നത്തെ മാർക്കിൽ പറയുന്നത്. ഇതിൽ നിങ്ങൾ അറിയേണ്ടത് 20 മന്ത്രിമാരിൽ 9 മന്ത്രിമാർക്കും കിട്ടിയിരിക്കുന്നത് 5-ൽ താഴെ എന്ന് പറഞ്ഞാൽ ശരാശരിയിൽ താഴെ. 20-ൽ 9 മന്ത്രിമാർക്ക് ഈ പാനല്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പാനൽ ഞാൻ പറഞ്ഞല്ലോ സമ്പൂർണ്ണമാണെന്നോ ഇവരുടെ പഠനം അത് ഏതെങ്കിലും ആധികാരിക രേഖകളെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അവർ പുറത്തുവിട്ടിരിക്കുന്ന ആ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 20 മന്ത്രിമാരിൽ 9 മന്ത്രിമാർ ശരാശരിയിൽ താഴെയാണ്. 8 മന്ത്രിമാരാണ് 5 മുതൽ 6 വരെ എന്ന് പറഞ്ഞാൽ 60% തികഞ്ഞിട്ടില്ല, ഫസ്റ്റ് ക്ലാസ് തികഞ്ഞിട്ടില്ല. 8 മന്ത്രിമാർ, 2 മന്ത്രിമാർ, അവരുടെ പേര് ഞാൻ പറയുന്നു. ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് 6.25 മാർക്കും അതുപോലെ തന്നെ 6.5 മാർക്ക് ലഭിച്ച നമ്മുടെ പി രാജീവ്, ഇവരെ രണ്ടുപേരെയും ചില പ്രത്യേക കാരണങ്ങളാൽ, കാരണം എന്തുമായിക്കോട്ടെ, ഈ 2 പേരാണ് 60% മാർക്ക് മുകളിൽ കിട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പോലും കിട്ടിയിരിക്കുന്നത് 60-ൽ താഴെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ 100-ൽ 100 എന്ന പ്രോഗ്രസ് റിപ്പോർട്ടുമായി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ സാധാരണക്കാരും എങ്ങനെ ആ ഗവൺമെന്റിനെ വിലയിരുത്തുന്നു എന്നുള്ളതിന്റെ ഒരു നേർചിത്രമായി ഇത് കാണുമ്പോൾ ഈ മന്ത്രിസഭയിലെ പകുതിയിലധികം മന്ത്രിമാർ അവർ ശരാശരിയിലും താഴെ എന്ന് മാത്രമല്ല, ഞാനൊരു വാക്കുപയോഗിച്ചാൽ അത് കുറ്റപ്പെടുത്തില്ല, കഴിവ് കെട്ടവരും വെറുതെ അപദാനങ്ങൾ വാഴ്ത്തി ജനങ്ങളുടെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നവരുമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു അലിഗേഷൻ ഉയർത്തുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭ, നമുക്ക് ആ മന്ത്രിസഭയിൽ ഒരുപാട് പേരെ കുറിച്ചൊക്കെ ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജി സുധാകരനെ പോലുള്ള പ്രഗത്ഭരായ ആൾ, ഇപ്പൊ തോമസ് ഐസക്കിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ട്, പക്ഷെ ആ മന്ത്രിസഭയിൽ കുറെ പ്രഗത്ഭരായ ആളുകളും എന്താ പറഞ്ഞ ജനങ്ങൾക്ക്, ശൈലജ ടീച്ചറിനെ പോലുള്ള ആളുകൾ, ജനങ്ങൾക്ക് സ്വീകാര്യരായ ആളുകളും ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നു, കേരളത്തിലെ 20 മന്ത്രിമാരുടെ പേര് കൃഷ്ണരാജെ 1, 2 എന്നൊന്ന് പറയാൻ അങ്ങേക്കും കഴിയത്തില്ല, ജയചന്ദ്രൻ സാറിനും കഴിയത്തില്ല, സുരേഷ് ബാബുവിനും കഴിയില്ല, എനിക്കും കഴിയില്ല. കാരണം ഇവരെ കുറിച്ചൊന്നും ജനങ്ങൾക്ക് ഒരു ധാരണയുമില്ല. എന്തെങ്കിലും നെഗറ്റീവ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ ജനങ്ങൾ അറിയുന്നത്. അപ്പോ അങ്ങനെ ഒരു മന്ത്രിസഭ, ആ മന്ത്രിസഭയുടെ 5 കഴിഞ്ഞ് പിന്നെ 4 വർഷം പൂർത്തീകരിക്കുമ്പോൾ അവർക്കൊന്നും ജനങ്ങളോട് പറയാനില്ലാത്തത് കൊണ്ട് തങ്ങളെക്കുറിച്ചുള്ള അപദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നതിന് വേണ്ടി ഈ ഹോർഡിങ്സും കട്ടൗട്ടറുകളും അതുപോലെ തന്നെ റീൽസും ഒക്കെയായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ച കാര്യം ഞാൻ വീണ്ടും പറയുന്നു, 104-5 ദിവസമായി ആശാ വർക്കർമാരുടെ സമരം. അവരുടെ ഒരു മാസത്തെ ശമ്പളമല്ല അവർക്ക് കിട്ടുന്ന എന്താ പറഞ്ഞ കൂലിയോ വേതനോ എന്തോ ആയിക്കോട്ടെ, പ്രതിഫലമോ 7000 രൂപയാണ്. ഒരു 8000 രൂപ നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇന്നത്തെ പത്രത്തിൽ വരുന്ന വാർത്ത എന്താണ്? PSC ചെയർമാന്റെ ഓണറേറിയം അല്ലെങ്കിൽ ശമ്പളം 4.10, PSC അംഗങ്ങളുടേത് 4 ലക്ഷം. എന്ത് കഠിന ജോലിയാണ് ഈ PSC അംഗങ്ങളും ചെയർമാനും ഈ കേരളത്തിൽ ചെയ്യുന്നത്? PSC കാരൻ ചെയ്തതിന്റെ ദുരന്തം നമ്മൾ കണ്ടല്ലോ. വനിതാ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ 16-ാം തീയതി കാലാവധി തീർന്ന ആ പെൺകുട്ടികൾ അവര് തിരുവനന്തപുരത്ത് നടത്തിയ സമരവും അവരുടെ കണ്ണീരും എന്താ അവരാഗ്രഹിച്ചത്? പഠിച്ചു, PSCയുടെ പരീക്ഷ എഴുതി, റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞു, ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു, മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റിൽ വന്നു, ഒരു ജോലി. അത് കേരളത്തിലെ ഒരു ശരാശരി പൗരന്റെ ഒരു ആഗ്രഹമല്ലേ? ആ ജോലിക്ക് വേണ്ടി മുട്ടിലിഴിഞ്ഞും മുടി മുറിച്ചും എന്താ പറഞ്ഞ് ആ കഠിനമായ വെയിലത്തും മഴയത്തും സമരം ചെയ്ത ആ പാവപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ 10 പേരെ നിയമിച്ചു, അതെ ഞങ്ങൾക്ക് വേക്കൻസി ഉണ്ടെന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞില്ലല്ലോ. എന്നിട്ട് ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് 20-ാം തീയതി ഗവൺമെന്റ് വാർഷികത്തിന്റെ പ്രചരണവുമായിട്ട് അദ്ദേഹം പറഞ്ഞെന്താ? അതൊക്കെ അടഞ്ഞ അധ്യായം. ശ്രീ പിണറായി വിജയൻ അങ്ങ് ആനപ്പുറത്തിരിക്കുന്നു,
കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൂട് ചൂട് പിടിക്കും, അല്ലെങ്കിൽ ആന മടുക്കും. മൂട് ചൂട് പിടിച്ചാലും താഴെ ഇറങ്ങണം, ആന മടുത്താലും താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങുമ്പോൾ ആന പുറത്തിരിക്കുമ്പോ പട്ടിയെ പേടിക്കണ്ട, പക്ഷെ താഴെ ഇറങ്ങി കഴിയുമ്പോ പട്ടിയെ പേടിക്കേണ്ടതായിട്ട് വരും. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നു. ഇനി 11 മാസം കൂടിയുള്ളൂ. ആ 11 മാസം കൂടി കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കും. ആ പ്രതികരണത്തിന്റെ തോതെന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ നിങ്ങൾ ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്കായിരിക്കും. കാരണം അതുപോലെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. ഈ നാട്ടിലെ പാവപ്പെട്ടവർ. ഈ ഗവൺമെന്റ് ഒരു വർഷം പൂർത്തീകരിക്കും. റേഷൻ കട ചെന്ന അരിയുണ്ടോ? അരി കിട്ടാനില്ല. കേന്ദ്രം കൊടുക്കുന്ന അരി എടുത്തോണ്ട് വരാൻ റേഷൻ കടക്കാരന് പൈസയില്ല, അവന് വണ്ടിക്കൂലി കൊടുക്കുന്നില്ല. അതാണ് സ്ഥിതിവിശേഷം. പേപ്പട്ടി കടിച്ച് ആശുപത്രി ചെന്ന പഴയ ഏതോ മരുന്ന് കൊടുക്കുന്നു, അവൻ പേ പിടിച്ച് മരിക്കുന്ന സ്ഥിതിവിശേഷം. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ BMW ആളുകൾ പ്രാഥമിക പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുക ചികിത്സയ്ക്ക് വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിൽ. എന്നിട്ട് ഇദ്ദേഹം പോകുന്നത് ചികിത്സയ്ക്ക് എവിടെയാ? അമേരിക്കയിൽ. ഏത് മേഖല നമ്മൾ പരിശോധിക്കാം. 437 സ്കൂളുകളിൽ ഇന്നലത്തെ ഒരു വാർത്ത വന്നതാണ്. അധ്യയന വർഷം ജൂൺ 2-ാം തീയതി തുറക്കുവാണല്ലോ. 437 സ്കൂളുകളിൽ എന്താ പറഞ്ഞ ഹെഡ് മാസ്റ്റർമാർ അവര് സ്ഥാനം ഏറ്റെടുക്കാൻ ആളില്ല. ഇത് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഉച്ചഭക്ഷണത്തിന് വേണ്ടി പണം ഉണ്ടാക്കാൻ തെണ്ടാൻ പോകണം. അവന്റെ വീട്ടിൽ പട്ടിണിയാകും. അവര് പറഞ്ഞു ഞങ്ങൾക്ക് പ്രൊമോഷൻ വേണ്ട. ഒരു ഗവൺമെന്റ് 65 കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരില്ല സാർ. വൈസ് ചാൻസലർ ഒക്കെ പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് വേറെ തർക്കം. പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു സാധനം വേണമല്ലോ കേരളത്തിലെ ഈ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് മുന്നോട്ട് പോകാൻ. ഈ കേരളത്തിലെ കോളേജുകളിൽ ഇതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ സാർ? എങ്ങോട്ടാ കേരളം പോകുന്നത്? ലഹരിയുടെ ഹബ്ബ്. ഞാൻ കൃഷ്ണരാജ ദീർഘമായിട്ട് പോകുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക. കഴിഞ്ഞ മാർച്ച് മാസം 26-ാം തീയതി SSLC പരീക്ഷ കഴിഞ്ഞിട്ട് അന്ന് രാവിലത്തെ അനൗൺസ്മെന്റ് എന്താണ് പേരൻസിന് പോലീസ് കൊടുക്കുന്നത്? 11:15 ബയോളജി പരീക്ഷ അവസാനിക്കുക. 11:20 ആകുമ്പോഴേക്കും പേരൻസ് വന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് ഏറ്റുവാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ, ഗാസ മുനമ്പിൽ യുദ്ധം ഉണ്ടാകുന്നത് പോലെ, പാകിസ്ഥാൻ ആക്രമണം ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെ കേരളത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 26-ാം തീയതി 11:15 ബയോളജി പരീക്ഷ തീരും. 11:20 നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയില്ലെങ്കിൽ എവനെങ്കിലും ചിറ്റിയേക്ക് തലയടിച്ചു പൊട്ടിക്കും, ക്രിക്കറ്റ് ബാറ്റിന് എവനെങ്കിലും തകർക്കും, എവനെങ്കിലും കുട്ടികളെ തല്ലിക്കൊണ്ടുപോകും, എവനെങ്കിലും നെഞ്ചക്കിന് അടിച്ച് നിങ്ങളുടെ മക്കളെ കൊല്ലും, അല്ലെങ്കിൽ ലഹരി മാഫിയ തട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ മക്കളെ ഏറ്റുവാങ്ങണം. കേരളത്തിലെ ഒരു ഗവൺമെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റും വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ എന്ന് പറഞ്ഞാൽ ലഹരി മാഫിയ കേരളത്തിലെ കലാലയങ്ങളെ കാർന്നു നിന്നു. ഋഷിരാജ് സിംഗിന്റെ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഉണ്ടായിരുന്നു. 1800 സ്കൂളുകൾ ലഹരി മാഫിയയുടെ പിടിയിലാണ് ഈ ഗവൺമെന്റ്. എന്നിട്ട് ഇവർ നമ്മളോട് പറയാ പ്രോഗ്രസ് റിപ്പോർട്ട്. എല്ലാം ഭദ്രമാണല്ലോ കേരളത്തിൽ, എല്ലാം ഭദ്രം. ഇന്നൊരിടത്ത് 112 കിലോ കഞ്ചാവ് പിടിച്ചിരിക്കുന്നു. ഇന്നലെ പിടിച്ചത് 240 കിലോ കഞ്ചാവ്, ഹാഷിഷ്, MDMA ഇതിന്റെ ഹബ്ബായി ഈ കേരളം മാറിയിരിക്കുന്നു. ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ നെടുങ്കണ്ടത്ത് മന്ത്രി അബ്ദുൾ റഹ്മാൻ വന്ന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടമാണ്. എന്തിനാണെന്നറിയോ? ലഹരിക്കെതിരെ. നിങ്ങൾ ഒരു കൂട്ടയോട്ടവും നടത്തണ്ട. പോലീസിനെയും എക്സൈസിനെയും ഉപയോഗിച്ചുകൊണ്ട് ലഹരി കൊണ്ടുവരുന്നവനെയും ലഹരി വിൽക്കുന്നവനെയും അകത്താക്കാനുള്ള നടപടി. അപ്പൊ പാർട്ടിക്കാരിടപെട്ട് ശരി ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ മേരി ജോർജ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. മാഡം, വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ശേഷം ധനപരമായ വിലയിരുത്തലുകൾ വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് അങ്ങയിലേക്ക് വരാൻ വൈകിയത്. ഡോക്ടർ മേരി ജോർജ്, അതായത് പണമില്ല എന്ന് കേന്ദ്രത്തെ നോക്കി പലവട്ടം പറയുന്നത് നമ്മൾ കണ്ടു സംസ്ഥാന സർക്കാർ. എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം കടക്കെണിയിലാണെന്നത് വ്യാജ പ്രചാരണമാണ് എന്നാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും കടമുണ്ട്, വലിയ കടക്കെണിയുണ്ട്. മറുവശത്ത് സ്വന്തം മുഖം പ്രദർശിപ്പിക്കാൻ പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആവശ്യത്തിനായി ധൂർത്തും വല്ലാതെ ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നവകേരള സർക്കസോ? കൃഷ്ണരാജ്, അത് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം നടക്കുന്നത് നവകേരള സർക്കസ് തന്നെയാണ്. അപ്പോൾ കടത്തെ പറ്റി പറഞ്ഞുകൊണ്ട് താങ്കൾ തുടങ്ങിയത് കൊണ്ടും മുഖ്യമന്ത്രിയും കടത്തിന് ഒത്തിരി ഊന്നൽ കൊടുക്കുന്നത് കൊണ്ടും അത് വ്യാജ പ്രചാരണമാണ്. കേരളത്തിൽ കടക്കണിയും ഇല്ല, അങ്ങനെ ഒരു ധനപ്രതിസന്ധിയും ഇല്ല. ഉള്ള ധനപ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് കെട്ടിയിറക്കിയതാണ്, അഥവാ കേന്ദ്ര ഗവൺമെന്റാണ് അതിൻ്റെ പിറകിലെ കാരണം. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് അർഹിക്കുന്ന വിഹിതം
കൊടുക്കാത്തത് മൂലമാണ് ഇവിടെ ധനപ്രതിസന്ധി ഉള്ളത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. അത് തന്നെയുമല്ല, വേറെ നമ്മളെപ്പോലെ തന്നെ കടം കൂടിയ ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് കടത്തെപ്പറ്റി, കേരളത്തിന്റെ കടത്തെപ്പറ്റി ഒന്ന് നോക്കാം. സഞ്ചിത കടം, അതായത് കേരള സംസ്ഥാനം ഫോം ചെയ്ത വർഷം മുതൽ 1956 മുതൽ ഈ 2024 ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം വരെ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അത് നമ്മുടെ ബജറ്റ് ഇൻ ബ്രീഫിൻ്റെ പേജ് 10 എടുത്ത് ടേബിൾ 7 ഒന്ന് നോക്കിയാൽ മതി. കൃത്യമായിട്ട് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് കാണാം, ആ ടേബിൾ തന്നെ കാണാം. അപ്പം അതനുസരിച്ച് ഞാൻ പറയാം, 2016 അതായത് UDF LDFിലേക്ക് ഭരണം കൈമാറുന്ന സമയത്ത് കേരളത്തിനുണ്ടായിരുന്ന സഞ്ചിത കടം 1,53,00,000 അതായത് ഓർമ്മിക്കണം, 1,53,00,000 എന്ന് പറയുന്നത് UDF ഗവൺമെന്റ് വാങ്ങിയ കടമല്ല. 1956 മുതൽ 2016 വരെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ വാങ്ങിയ കടം ഒത്തൊരുമിച്ച് ചേർന്നതാണ്. അതായത് പലിശയും മുതലും കൊടുക്കാനുള്ളത്. അതാണ് സഞ്ചിത കടം. അന്ന് 1,53,000 ആയിരുന്നത്. അത് ഈ 2024-25-26 ബജറ്റ് എടുത്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ പേജ് 10 ടേബിൾ A9 എടുത്ത് നോക്കുക, A7 എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4,81,997 കോടി 0.62 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതായത് 4,81,997.62 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ആ പെർസെൻറ്റേജ് ഇൻക്രീസ് ഒന്ന് നോക്കണം മിസ്റ്റർ കൃഷ്ണരാജ്. 215% വർധനവ്. എത്ര കൊല്ലം കൊണ്ടാണ്? 2016 മുതൽ 2024-25 വരെയുള്ള ഈ 9 വർഷക്കാലം കൊണ്ട്. 1,53,000 ആകാനായിട്ട് 956 മുതൽ 2016 വരെയുള്ള കാലഘട്ടം എടുത്തപ്പോഴാണ് 9 വർഷം കൊണ്ട് കടം ഇത്ര കയറിയത്. ആ കടം ഇത്ര കയറിയെന്ന് പറയുമ്പോൾ ഞാൻ ഊഹക്കച്ചവടം നടത്തുകയല്ല. ഇതാ എൻ്റെ കയ്യിൽ ബജറ്റ് ഇൻ ബ്രീഫ് ഇരിക്കുകയാണ്. ഈ ബജറ്റ് ഇൻ ബ്രീഫിലെ ഡോക്യുമെൻ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം അങ്ങനെ കടം വർദ്ധിച്ചിട്ടും മുഖ്യമന്ത്രി പറയുകയാണ്, ഇവിടെ അങ്ങനെ കടമൊന്നുമില്ല. സഞ്ചിത കടം FRBM ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സഞ്ചിത കടം GSDPയുടെ, എന്താണ് GSDP? നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം സംസ്ഥാനത്തിൻ്റെ, അതിൻ്റെ 29% താഴ്ന്നു നിൽക്കണം എന്നാണ് FRBM ആക്ട് മാൻഡേറ്റ് ചെയ്യുന്നത്. അത് 38% വർഷമുണ്ട് 2016 ശേഷം. പ്രത്യേകിച്ച് 2020-21 മുതൽ ഇങ്ങോട്ടുള്ള 24 ഈ വർഷത്തെ ബജറ്റിൽ പോലും, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, CAG ഒക്കെ വിമർശിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് വന്ന് നിങ്ങൾ കടം കുറയ്ക്കണമെന്ന് നിർബന്ധപൂർവം അനുശാസിച്ചിട്ടും ഈ പ്രാവശ്യം പോലും ആ പറയപ്പെട്ട സഞ്ചിത കടം ബജറ്റിൽ കാണിച്ചിരിക്കുന്നത് 33.77%. 29% നിജപ്പെടുത്തേണ്ടതാണ് 33.77% എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ട് മുഖ്യമന്ത്രി നമ്മളെ താരതമ്യപ്പെടുത്തുന്നത് ബംഗാൾ, പഞ്ചാബ്, ബീഹാർ ഈ 3 സംസ്ഥാനങ്ങളുമായിട്ടാണ്. ബംഗാളിനെ പറ്റി താരതമ്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഓർക്കണമായിരുന്നു, 35 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച് മുടിച്ച് നാമാവശേഷമാക്കി. അതിനുശേഷം മമതാ ബാനർജി കഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും അവിടെ അടുപ്പ് പുകയണമെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാർ കേരളത്തിൽ വന്ന് മണ്ണ് വെട്ടണമെന്ന് ഓർക്കണം. എങ്കിലേ അവിടെ അടുപ്പ് പുകയുന്ന രീതിയിൽ ആ സംസ്ഥാനത്തെ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചിട്ടിട്ടാണ് ഗവൺമെന്റ് ഇറങ്ങിപ്പോയത്. ആ ഗവൺമെന്റിന് ഇപ്പോഴും അവിടെ ഒരാളെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ഓർക്കണം. അതേ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനാണ് LDF 3ാം ഊഴത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ കൃഷ്ണരാജ്. അത് ആരും മറക്കാൻ പാടില്ല. അപ്പൊ ആ കടത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ ഞാൻ ഖണ്ഡിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു മിസ്റ്റർ കൃഷ്ണരാജ്, അതായത് കേരളത്തിന്റെ കടം വർദ്ധിക്കുന്നതിന് ഒരു പരിധി വരെ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ്
കേരളത്തെ മാത്രമല്ല പ്രശ്നമാക്കുന്നത്, നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസ്, ഫിനാൻസ് കമ്മീഷൻ നോംസ്, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം, പ്രത്യേകമായും ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ധനപ്രതിസന്ധി അവർക്കൊന്നുമില്ല, പക്ഷെ ധനപ്രതിരോധം സൃഷ്ടിക്കാൻ കേന്ദ്രത്തിന്റെ പല നയങ്ങൾക്കും പറ്റുന്നുണ്ട്. അതിവിടെ പറയാതെ പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരേ പ്രതിരോധമാണ് കേന്ദ്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ധനപ്രതിസന്ധിയുള്ളൂ. തെക്കേ ഇന്ത്യയില് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും ധനപ്രതിസന്ധി ഇല്ല. അപ്പോൾ പറയാൻ പറ്റുമോ ഇത് കേന്ദ്രം കൊണ്ടുവച്ചതാണ് ധനപ്രതിസന്ധി കേരളത്തിൽ എന്ന്? അല്ല, ധനപ്രതിസന്ധി കേരളം തന്നെ സൃഷ്ടിച്ചതാണ്. മാത്രമല്ല മാഡം, ഈ കടക്കെണിയിലാണെന്നത് വ്യാജ പ്രചാരണമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന് കാരണം കൂടി പറയുന്നുണ്ട്. അതായത് പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു എന്ന്. ഇന്ന് കെ ഫോണിന്റെ കാര്യം കേട്ടില്ലേ മിസ്റ്റർ കൃഷ്ണരാജ്? കെ ഫോണിന്റെ കണക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 2023-24 മുതൽ കെ ഫോൺ എന്നും പറഞ്ഞ് ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ഹുങ്ക് കാണിച്ചതാ. പക്ഷെ അന്ന് മുതലുള്ള പണം അടച്ചിട്ടില്ല, അതിനടക്കേണ്ട പണം. അതുകൊണ്ട് കെ ഫോൺ എല്ലായിടത്തും 6 ലക്ഷം കെ ഫോൺ ഉടനെ കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 1 ലക്ഷത്തിനടുത്തേ കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു ചെറിയ ശതമാനമേ പ്രവർത്തിക്കുന്നുള്ളൂ. പ്രവർത്തിക്കുന്നതിന്റെ കണക്ഷൻ പോലും വിട്ടു. എന്തുകൊണ്ടാണ്? 2023-24 മുതലുള്ള പണം അടച്ചിട്ടില്ല, അതിനടക്കേണ്ട തുക അടച്ചിട്ടില്ല. ശരി, അത് ഇരിക്കട്ടെ. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. CAG പറയാറുള്ളത്, ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? മിസ്റ്റർ കൃഷ്ണരാജ് നേരത്തെ പറഞ്ഞതുപോലെ മുഖമില്ലാത്തത് കൊണ്ട്, അഥവാ ഉള്ള മുഖം വികൃതമായതുകൊണ്ട് അതിനെ സുന്ദരമാക്കി കാണിക്കാൻ വേണ്ടി വലിയ തോതിൽ മേക്കപ്പ് ഇടണം, കോടികളുടെ മേക്കപ്പ്. അതിനാണ് ഖത്തറിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ കട്ടൗട്ടും ഒക്കെ വെക്കുന്നത്. അതിനുവേണ്ടിയാണ് സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് റീൽസും അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി. അതായത് എന്താണ് ചെയ്തിരിക്കുന്നത്? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്തുണ്ട്. ആ കൊല്ലംകാരെ അവരെ കൊണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് കോൺട്രാക്ടേഴ്സിനെ വിളിപ്പിച്ച് 11 കോൺട്രാക്ടർമാരെയാണ് എടുത്തിരിക്കുന്നത്. എന്തിന്? ഈ പറയപ്പെട്ട എൻ്റെ കേരളം പരിപാടിക്ക് വേണ്ടിയുള്ള സ്റ്റേജും മറ്റുള്ള സൗകര്യങ്ങളും ഒരുക്കാൻ. ഓർമ്മയുണ്ടോ കൃഷ്ണരാജ്? ഇതിന്റെ ഇനോഗ്രൽ അഡ്രസ് നടത്തിയത് കാലിക്കടവിലാണ്. അന്ന് മനോരമയിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ കാർട്ടൂൺ. കാലിയാണ്, കടവുമുണ്ട്. കാലിക്കടവിലാണല്ലോ നടത്തുന്നത്. അപ്പൊ ആ കാർട്ടൂൺ പറയാ, കാലിയാണ്, കടവുമുണ്ട്. എന്ത് കാലിയായിട്ടാ പറയുന്നത്? ഖജനാവ് കാലിയാണ്, തീർന്നില്ല, കടവുമുണ്ട്. അതാണ് ആ കാർട്ടൂൺ. അപ്പം ഒരു കാർട്ടൂണിസ്റ്റിന് പോലും ഇത്ര തരത്തിൽ പറയാൻ, മനോഹരമായി ചിത്രീകരിക്കാൻ കഴിയുന്ന അത്ര വഷളായ ഒരു സ്ഥിതിയാണ്. എന്നിട്ടും ആ കാലിക്കടവിൽ 48,000 സ്ക്വയർ ഫീറ്റിലാണ് ശീതീകരിച്ച പന്തൽ നിർമ്മിച്ചത്. ഓർമ്മിക്കുക, നേരത്തെ പലരും അവിടെ പറഞ്ഞതുപോലെ തന്നെ 100 ദിവസത്തിലേറെയായി ഞങ്ങളുടെ ശമ്പളത്തിൽ ഒരു ചെറിയ വർധനവ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഈ ഗവൺമെന്റ് പറഞ്ഞിരുന്ന ആ വർധനവ് തരണം എന്ന് പറഞ്ഞാണ് രാപകൽ അധ്വാനിക്കുന്ന വനിതകൾ, രാത്രിയിൽ അധ്വാനിക്കുന്നവരുടെ കുടുംബത്തിന് വേണ്ടിയാണ്, പകൽ മുഴുവൻ അധ്വാനിക്കുന്നത് ഇവിടുത്തെ 60+ അല്ലാത്തതുമായ അവശതകളുള്ള മനുഷ്യരെ ശുശ്രൂഷിക്കാനാണ്. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആ സ്ത്രീകൾ ചോദിച്ചിട്ട് 100 ദിവസത്തിലധികമായി അവർ കണ്ണീർ ഒഴുക്കാൻ തുടങ്ങിയിട്ട് അവർക്കൊന്നും കൂട്ടിക്കൊടുത്തതിൽ അവരെ അവഗണിക്കുന്നു. 26,000 പേരുള്ള ആശാ വർക്കേഴ്സിൽ 100-ൽ താഴെ പേരാണ് ഇവിടെ. അവർ പോലും ആശാ വർക്കേഴ്സ് അല്ല, മറ്റുള്ളവർ സ്പോൺസർ ചെയ്തവരാണ് എന്നൊക്കെ നിന്ദ്യമായ രീതിയിൽ. ഇതെങ്ങാനും മാർക്സ് കേട്ടാല് ചൂരലടി തന്നെ ഇവർക്കൊക്കെ കിട്ടും. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണരാജ്, അത്രയ്ക്ക് മ്ലേച്ഛമായ രീതിയിലാണ്. വളരെ വ്യക്തമായി അടിവരയിട്ട് കണക്കു സഹിതം പറയുന്നുണ്ട് ഡോക്ടർ മേരി ജോർജ്. TP ജയേന്ദ്രൻ മാസ്റ്റർ, ഈ പാർട്ടി മുഖപത്രം ഒരു ലേഖനം എഴുതിയതിൻ്റെ വരി ഞാനൊന്ന് വായിക്കാം. ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭരണം നടത്തുന്ന സർക്കാരിന് ആഘോഷപൂർവം അത് പറയാൻ അവകാശമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, ജനങ്ങളുടെ മുഖത്തു നോക്കാതെ എന്താഘോഷം? നോക്കൂ കൃഷ്ണരാജ്, വളരെ കൃത്യമായിട്ട് ഇവിടെ മേരി ജോർജ് ആയാലും ശരി,
സേനാപതി വേണു ആയാലും ശരി വളരെ കൃത്യമായിട്ട് കേരളം നവീകരിക്കുന്ന ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബുവിന്റെ വാദങ്ങളാണ്. അദ്ദേഹം പറയുന്നു, നേടിയെടുത്ത നേട്ടങ്ങൾ ജനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു പരോക്ഷമായ ഒരു ന്യായീകരണം കൂടി അദ്ദേഹം കൊടുക്കുന്നു. ഞാൻ എൻ്റെ സുരേഷ് കുമാറിനോട് ചോദിക്കുന്നു, അല്ല സർ, ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഡൽഹിയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തിരുവനന്തപുരത്തല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത്? പകരം യാതൊരു നീതീകരണവുമില്ലാതെ കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഖത്തറിലും അങ്ങ് ദുബായിലുമൊക്കെ ഉള്ള വിമാനത്താവളങ്ങളിൽ വൻ പരസ്യ പ്രചരണങ്ങൾ നൽകുന്നത് കേരളത്തിലെ അനുഭവിക്കുന്ന ജനങ്ങളുടെ മുമ്പാകെ നൽകുന്നതിനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണോ? വസ്തുതാപരമായി അത് വിജയിക്കുന്നുള്ള ബോധ്യമാണോ? ഇതൊന്നുമില്ലാതെ പഞ്ചനക്ഷത്ര സമാനമായ ജീവിത സൗകര്യങ്ങളുള്ള വിമാനത്താവളങ്ങളിലൊക്കെ അഭിരമിക്കുന്ന ആളുകളുടെ മുമ്പാകെ കൊടുത്തുകൊണ്ട് അവർ കേരളത്തിലേക്ക് വിളിച്ചു ചോദിച്ചുകൊണ്ട് കിട്ടുന്ന പ്രചരണത്തെ കുറിച്ചാണ്. ഇനി ഇന്നത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ വസ്തുതകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കേണ്ടേ? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അക്കമിട്ട് സംസ്ഥാനത്തിൻ്റെതായി റീൽസും പ്രചരണങ്ങളും നടത്തുന്നു. നോക്കൂ, കേരളത്തിന്റെ നേട്ടമായി സുരേഷ് ബാബു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി ഉണ്ടാക്കി എന്നുള്ളതാണ്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്ക് എന്താണ്? മറ്റൊന്ന് ഗ്യാസ് പൈപ്പ് ലൈനിന്റെ നേട്ടമാണ്. മറ്റൊന്ന് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന തർക്കം ഉന്നയിക്കുന്ന നമ്മുടെ ദേശീയപാതയെ കുറിച്ചാണ്. മറിച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ ഇവിടെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ മാതിരിയിൽ കോടികൾ മുടക്കി ചെലവഴിച്ച കെ-ഫോണിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അതിനകത്തുണ്ടോ? കാട്ടിലൂടെ പൂർണ്ണ ഗർഭിണിയായ സുമതി മുരുകനെ, അട്ടപ്പാടിയിലെ വനവാസിയായിരിക്കുന്ന സുമതി മുരുകനെ കമ്പിളി തുണപ്പിൽ പൊതിഞ്ഞ് ഓടക്കഷണത്തിൽ ചുമന്നു കൊണ്ടുപോയ കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ പ്രചരണത്തെ കുറിച്ച് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ പൈപ്പ് ലൈനിനുള്ളിൽ മണ്ണ് വാരി തിന്നുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഥയെക്കുറിച്ച് അതിനകത്തുണ്ടോ? നോക്കൂ, പിന്നെ സുരേഷ് ബാബുവും ഞാനും ജീവിക്കുന്നത് കോഴിക്കോട്ടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാതായിട്ട് എത്ര കാലമായിട്ട് ഉണ്ട് എന്ന് കേരളത്തിലെ ഭരണകക്ഷികൾ എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? കോഴിക്കോട്ട് മുടങ്ങാതെ നടക്കുന്ന തീപിടുത്തത്തിന്റെ മുമ്പിൽ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പോലും ഇല്ലാതെ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന അഗ്നിരക്ഷാ പ്രവർത്തകന്മാരുടെ ദൈന്യതയാർന്ന ചിത്രത്തെ കുറിച്ച് പറയാൻ ഈ റിപ്പോർട്ടിനകത്തുണ്ടോ? മാത്രമല്ല, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ മറ്റൊന്നുകൂടി എന്റെ മുമ്പിലുണ്ട്. കേരളത്തിന്റെ നിക്ഷേപ സൗഹൃദത്തെ കുറിച്ചാണ്. 29 സംസ്ഥാനമുണ്ട് സുരേഷ് ബാബു സാർ ഇന്ത്യയിൽ. അതിൽ കേരളത്തിന്റെ സ്ഥാനം 28ആണ്. നമ്മുടെ താഴെയുള്ളത് ആകെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ത്രിപുര മാത്രമാണ്. വ്യാജ കണക്കുകൾ കൊണ്ട്, സ്റ്റാർട്ടപ്പുകളുടെ കള്ളക്കണക്കുകൾ കൊണ്ട്, പണം കൊടുത്ത ഏജൻസിയെ കൊണ്ട് പ്രചരിപ്പിക്കുന്നവർ മറച്ചു വെക്കുന്നത് 10 പൈസയുടെ വരുമാനമുള്ള ഏതെങ്കിലും ഒരു മലയാളി വ്യവസായി കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ധൈര്യം കാണിക്കുമോ? കേരളത്തിലെ വ്യവസായ സൗഹൃദമാവാതെ, കേരളം കാർഷിക വ്യവസായ മേഖലകളെ മെച്ചപ്പെടുത്താതെ മുന്നോട്ട് പോവാൻ കേരളത്തിന് കഴിയില്ലെന്ന് പറഞ്ഞ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും ഡോക്ടർ KN രാജിന്റെയും 1980കളുടെ ചർച്ചയിൽ നിന്ന് 1 ഇഞ്ച് കേരളം മുന്നോട്ട് പോയിട്ടുണ്ടോ? കേരളം വിട്ടുപോയ നിരവധി കിറ്റക്സ് ഉൾപ്പെടെയുള്ള നിരവധി വ്യവസായ സംരംഭങ്ങളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എന്തെങ്കിലും നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാക്കിയതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? കേരളത്തിലെ പാവപ്പെട്ടവന്റെ ചില കണക്കുകൾ ചൂണ്ടിക്കാണിച്ചു. 100 രൂപ അവർക്ക് കൊടുക്കാനില്ലാത്ത കേരളത്തിലാണ് ശീതീകരിച്ച തൊഴുത്ത് നിർമ്മിച്ച് മുഖ്യമന്ത്രിയുടെ ജാതക പൊരുത്തത്തിനുണ്ടായ പൊരുത്തക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടുകൾ മോടി പിടിക്കുന്നതിന് വേണ്ടിയുള്ള കോടികളുടെ കണക്ക് പറയുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ ആ കോടികളുടെ കണക്ക് പറയുന്നവർ പാവപ്പെട്ട അംഗൻവാടി പ്രവർത്തകന്മാർക്കും ആശാ വർക്കർമാർക്കും 10 രൂപ കൂട്ടിക്കൊടുക്കാനില്ലാതെ ഫണ്ടുകൾ ലാപ്സാവുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തെ ഇളിച്ചു നോക്കുന്ന ലഹരി മാഫിയ, തകരുന്ന ക്രമസമാധാനം, വർദ്ധിച്ചു വരുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ അനുഭാവം, രാജ്യത്ത് തകർന്നടിയുന്ന ക്രമസമാധാനം, ഇതിനെക്കുറിച്ചൊക്കെ ഫോക്കസ് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുവോ? കേരളത്തിന്റെ തനിമയാർന്നിരിക്കുന്ന കുലത്തൊഴിലുകളുടെ, കേരളത്തിന്റെ വ്യാവസായികമായ, കേരളത്തിന്റെ തൊഴിൽ രംഗത്ത് സാമൂഹ്യ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ കയർ, കശുവണ്ടി പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്തുണ്ടോ? ഇതെല്ലാം മറച്ചു വെച്ച്
ഗൾഫ് രാജ്യങ്ങളിൽ കോടികൾ മുടക്കി പരസ്യപ്രചരണം നടത്തി കേരളത്തിലേക്ക് പ്രചരിപ്പിക്കാൻ കഴിയാതെ അത് അവരുടെ ഭയപ്പാട് കൊണ്ടാണെന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മാത്രവുമല്ല, കേരളത്തിലെ നിരവധി തകർന്നടിയുന്ന വ്യവസായങ്ങൾക്കൊപ്പം എന്തിനേറെ പറയുന്നു, കേരളം മുൻപിലാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. വെള്ളക്കരം ഇന്ത്യ രാജ്യത്തെ നമ്പർ 1 ആണ് കേരളം. ഭൂനികുതിയിൽ നമ്പർ 1 ആണ് കേരളം. വൈദ്യുതി ചാർജിൽ നമ്പർ 1 ആണ് കേരളം. ഇന്ധന ചാർജിൽ ഇന്ധനത്തിന്റെ വിലയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് കേരളം. കാരണം ഭരണാധികാരികൾക്ക് തിമർത്തു ഭരിക്കാൻ നികുതി കൂട്ടിയ കഴിഞ്ഞകാല രാജാക്കന്മാരുടെ അനുസ്മരിപ്പിക്കുന്ന തരത്തില് സർക്കാരിന് കിട്ടാനുള്ളതെല്ലാം ഞെക്കി പിഴിഞ്ഞെടുക്കുകയും പാവപ്പെട്ടവന്റെ ജീവിതത്തോട് പുറത്തു നിൽക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിന്റെ ഫോക്കസ് റിപ്പോർട്ടിനെ കുറിച്ചും അത് ഭരണത്തുടർച്ചയുടെ കാരണമാകുമെന്ന് വിശ്വസിക്കുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് കഴിവുകളുണ്ടാകാം. ഡോക്ടർ മേരി ജോർജ് മതിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് കേരളം വരുത്തിക്കൂട്ടിയതാണ് എന്ന് പറയുന്നതിനോട് കേരളത്തിലെ ഈ നിങ്ങളുടെ പേപ്പറിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? നോക്കൂ, സെപ്റ്റംബർ 14, 2023 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൃത്യമായിട്ട് പറയുന്നു, കേരളം കേന്ദ്രത്തിന് മുമ്പിൽ കൈനീട്ടേണ്ട ഒരു കാര്യവുമില്ല. കേരളം പിടിച്ചെടുക്കാനുള്ള കുടിശ്ശിക പിടിച്ചെടുത്താൽ 28,258 കോടി രൂപ. സുരേഷ് ബാബുവിന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പിരിച്ചെടുക്കാൻ 28,258 കോടി രൂപ കേരളത്തിലെ സർക്കാർ അനാസ്ഥ കാണിക്കുന്നു. കേരളത്തിലെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 24.23% വരും. ആ റിപ്പോർട്ടിനകത്ത് ഇനം തിരിച്ചു പറയുന്നു, ഓരോ ഇടത്തിലുമുള്ള ഈ ഗവൺമെന്റിന് കിട്ടാനുള്ള കടം. ഇവിടെ പാവപ്പെട്ടവര് 100 കോടി രൂപ കൊടുക്കാനില്ല. പക്ഷേ വൻകിട ഭൂമുതലാളിമാർക്ക്, വൻകിട എസ്റ്റേറ്റ് മുതലാളിമാർക്ക് ലീസ് ഇനത്തില് വൻകിട ഇടപാടുകാർ നടത്തിയിരിക്കുന്ന വൈദ്യുതി കുടിശ്ശിക, വൻകിട കുത്തകൾ കൊടുക്കാനുള്ള ജലക്കുടിശ്ശിക, നികുതി കുടിശ്ശിക, ഇതൊന്നും പിടിച്ചെടുക്കാനില്ലാതെ പാവപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ 75 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പോകുന്നവന് 10-20 ഇരട്ടി അവന്റെ ചോര വലിച്ചൂറ്റി കുടിച്ചെടുക്കുന്ന ഇവർ നൽകിയ പരസ്യത്തിന്റെ കണക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. 4 മിനിറ്റ് പരസ്യം തയ്യാറാക്കാൻ ഞാനും ആ ഫീൽഡും ഒക്കെ അല്പം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 4 മിനിറ്റ് പരസ്യത്തിന് 39 ലക്ഷം രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത്. സർ, ആ പണത്തിന്റെ കണക്ക് എവിടെയാണ് ഒത്തുപോകുന്നത്? അത് കൃത്യമായും ശ്രീ PM സുരേഷ് ബാബു അങ്ങ് പറയണം. കാരണം പരസ്യം വേണം, ജനങ്ങൾ അറിയണം. അതങ്ങ് നേരത്തെ പറഞ്ഞതാണ്. ഈ 4 മിനിറ്റ് വീഡിയോ ചെയ്യാൻ 39 ലക്ഷം എന്തിനാണ്? ഞങ്ങളും ഇതൊക്കെ ചെയ്യുന്നവരാണല്ലോ. ഡോക്യുമെൻ്ററികൾക്ക് വേണ്ടി പോലും ഇതിൻ്റെ 10-1 പണം വേണ്ട, മാസങ്ങളെടുത്ത് ചിത്രീകരിക്കുന്ന ഡോക്യുമെൻ്ററിക്ക് പോലും. സാർ, ഈ പറയുന്ന 3 പേരും ഈ ഡോക്യുമെൻ്ററികളുമായിട്ടും പരസ്യ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളുമാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയേയില്ല. ഞാനിപ്പോൾ എപ്പോഴെങ്കിലും ചില പരസ്യങ്ങൾ കണ്ടെങ്കിലായി, അല്ലാതെ ഞാൻ പരസ്യത്തിൻ്റെ പിന്നാലെ പോകാൻ സമയവുമില്ല, അങ്ങനെ ശ്രമിക്കാറുമില്ല. അതുകൊണ്ട് എനിക്ക് ആ വസ്തുത നിഷേധിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. പക്ഷേ ഇതാണ് വസ്തുതയെങ്കിൽ അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നതിന് ഞാൻ അനുകൂലമാണ്. ഇതാണ് വസ്തുതയെങ്കിൽ ഈ 4 മിനിറ്റ് പരസ്യത്തിന് വേണ്ടി ഇത്രയധികം രൂപ അനാവശ്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്കതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാം. അതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാം. അതുമാത്രമല്ല, വാർഷികാഘോഷ പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചതൊക്കെയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ 10 ലക്ഷം എന്ന് കേൾക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ. ഇതെവിടെയാണ് ഡിസൈൻ ചെയ്തത്? സ്വർണ്ണ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണോ ഇതൊക്കെ ചെയ്തത്? മനസ്സിലാകുന്നില്ല. 10 ലക്ഷം രൂപയൊക്കെ ഒരു പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ മാറ്റിവെക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരെയാണ് പറ്റിക്കുന്നത് ഈ സർക്കാർ? കൂടി ഇരുന്ന് കൊണ്ട് പറയുമ്പോൾ ഞാനൊരുത്തനാണ് ഇപ്പുറത്ത് അതിനെ മനസ്സിലായി സാർ. അങ്ങയുടെ നിലപാടുകൾ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അങ്ങ് മറുപക്ഷത്ത് നിന്നപ്പോഴും അങ്ങയുടെ നിലപാടുകൾ, പാകത, പക്വത ഒക്കെ അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് അങ്ങേക്ക് അറിയാൻ പറ്റാത്ത വിഷയങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാൻ ശ്രമിക്കുന്നതും സോഷ്യൽ ഓഡിറ്റിംഗ് വേണമെന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നതും. അറിയാം.
അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിരുന്നു കുറെ അധികം. അത് കേട്ടു. ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞ റീൽസിന്റെ അല്ലെങ്കിൽ 4 മിനിറ്റ് വീഡിയോയുടെ കാര്യം മാത്രമല്ല, അല്ലാതെ ഡിസൈനിങ്ങിന് 10 ലക്ഷം മാറ്റിവെക്കുന്നു. ഇതിലൊക്കെ അവ്യക്തതകളുടെ അങ്ങേ അറ്റത്താണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങയുടെ നിലപാടുകൾ എനിക്കറിയാം. അങ്ങ് മറുപക്ഷത്ത് നിന്നപ്പോൾ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ്, നിലപാടുള്ള ആളാണ്, പാകതയോടെ പ്രതികരിക്കുന്ന ആളുമാണ്, അത് സമ്മതിക്കുന്നു. അല്ല, ഞാനത് ഈ പറഞ്ഞ എൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ അല്ല ഞാൻ ആഗ്രഹിച്ചത്. അത് വേറെ കാര്യം. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് പറയുന്ന മുഴുവൻ ആളുകളെ അങ്ങയോടും നല്ല പരിചയമുള്ള ആളാണ്. ജയചന്ദ്രൻ മാഷൻ്റെ അടുത്ത സുഹൃത്താണ്. സേനാപതി വേണു ഞാനും ഒരുമിച്ചൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചുള്ള ആളാണ്. ഡോക്ടർ മേരി ജോൺ, ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ ഒക്കെ ആളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ നിവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതൊന്നും ഇവരാരുടെയും ഒരു കപ്പാസിറ്റിയെ ഞാൻ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഹൈ എസ്റ്റീമിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ സ്പെസിഫിക്കായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സ്പെസിഫിക്കായി ഇന്ന കാര്യങ്ങളിൽ അനാവശ്യമായ ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അങ്ങനെ വിധേയമാക്കിയാൽ മാത്രമേ നാളെ അത്തരം തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ വരുത്താൻ കഴിയുകയുള്ളൂ. ഞാൻ ആശയിലേക്കാണ് കടക്കുന്നതെങ്കിൽ ആശ അതൊരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റായിരുന്നു. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സന്നദ്ധ സേവന പ്രവർത്തനമായിട്ടാണ് അതിനെ അന്ന് തന്നെ ഫോർമുലേറ്റ് ചെയ്തത്. ഇന്നും അതിൽ നിന്ന് ഒരു വ്യത്യാസവും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 21,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആശാപ്രവർത്തനം അത് അവിടുത്തെ നമ്മുടെ രാജ്യത്തെ ഒരു വർക്കിംഗ് തൊഴിൽ സംരംഭമാക്കി മാറ്റണം. തൊഴിൽ സംരംഭമാക്കി മാറ്റി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന മിനിമം വേതനത്തിൽ നിന്നുള്ള 700 രൂപയുടെ 30ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണകൂടം അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നാണ്. ആ അഭിപ്രായം തന്നെയാണ് ഇന്നും ഈ ഗവൺമെൻറ്റിനുള്ളത്. അതിനുവേണ്ടി ഉള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും സമ്മർദ്ദങ്ങളും യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം ആവർത്തിച്ച് ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഈ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമാണ് ഞാൻ കാര്യത്തിൽ ഞാൻ പറയുന്നത്. ആ ആശാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരിമാർക്ക് ഇപ്പോൾ കിട്ടുന്ന വേതനം മതിയായതാണ് എന്ന അഭിപ്രായത്തിലല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം എന്നുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊരു കാര്യം എന്താണ്, ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നേട്ടങ്ങൾ ഈ ഗവൺമെൻറ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ഈ പത്രികയിലൂടെ അല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ എന്നുള്ളതാണ് വസ്തുതയെങ്കിൽ അതിനെ തിരിച്ച് വ്യാഖ്യാനിക്കരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ദേശീയപാത കേരള ഗവൺമെൻറ്റിൻ്റേതാണ്, കേരള സർക്കാരിൻ്റേതാണ് എന്ന് ഒരിക്കലും കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടിട്ടില്ല. പ്രോഗ്രസ് റിപ്പോർട്ടിൽ അങ്ങനെ കാണുകയുമില്ല. മറിച്ച് ഈ ദേശീയപാത ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും കേരളത്തിൽ പ്രാവർത്തികമാകേണ്ടതായിരുന്നു. അതിന് ദേശീയപാത അതോറിറ്റിയുമായുള്ള ചർച്ചയിൽ, അന്നത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചയിൽ ഈ കേരളത്തിൽ അന്ന് ഭരിച്ചിരുന്ന ഞാൻ ഉൾക്കൊള്ളുന്ന പാർട്ടി അടക്കം, അന്ന് ഉൾക്കൊണ്ടിരുന്ന പാർട്ടി അടക്കം ഭരിച്ചിരുന്നവർ വിഡ്ത്തിൻ്റെ കാര്യത്തിൽ 35 മീറ്റർ, 45 മീറ്റർ, 60 മീറ്റർ, 30 മീറ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തർക്കത്തിൽപ്പെട്ട് ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നാണ്
യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പുതുതായി 2016 ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മന്ത്രി നമ്മുടെ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ചർച്ചയിൽ വെച്ചിട്ടാണ് ഇത് ഏറ്റെടുത്ത് തരാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നിതിൻ ഗഡ്കരി യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ഞങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പോ 20 വർഷങ്ങൾക്ക് മുമ്പോ ആണ്. അന്നായിരുന്നുവെങ്കിൽ ഇത്രയധികം കാശ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നില്ല ലാൻഡ് അക്വിസിഷന്. അത് നിങ്ങളുടെ സംസ്ഥാനം കാണിച്ച ഉപേക്ഷ കൊണ്ടാണ് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ 5600 കോടി രൂപ അഡീഷണലായി പന്നത്തേതിലുമായി ബന്ധപ്പെട്ട് വരുന്ന തുക കൂടുതലായിട്ട് വരുന്നുള്ളത് കേരള സംസ്ഥാനം വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രവൃത്തി തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. വാർഷികാഘോഷത്തിന് ഭൂപ്രകൃതി ഒരു കൈപ്പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ. അതിന് തലക്കെട്ട് നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്നാണ്. എന്താണ് ആ മുദ്രകൾ? അതാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നത്. ഇന്ന് ഒരു പത്രത്തിൽ ഇന്ന് ഞങ്ങളുടെ KPCC പ്രസിഡന്റ് സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ പോയതുകൊണ്ട് ഞാനിപ്പോൾ വൈകുന്നേരം വന്നപ്പോഴാണ് പത്രങ്ങൾ നോക്കുന്നത്. ഇന്ന് മംഗളം ദിനപത്രത്തിൽ അവരുടെ സപ്ലിമെന്റില് ശ്രീ പിണറായി വിജയൻ 80 വയസ്സ് തികഞ്ഞ് 2 പേര് അദ്ദേഹത്തെ കുറിച്ച് അപദാനങ്ങൾ വാഴ്ത്തി എഴുതിയിരിക്കുകയാണ്. ആ 2 പേരിൽ ഒരാള് പഴയ കോൺഗ്രസ്സുകാരനാണ്, എന്റെയും സുരേഷ് ബാബു സാറിന്റെ ഒക്കെ നേതാവായിരുന്ന ശ്രീ KV തോമസ്. അപ്പോൾ KV തോമസ് ഇദ്ദേഹത്തിന്റെ അപദാനം, അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സാമൂഹിക പുരോഗതിയുടെ ശില്പി എന്നാണ്. KV തോമസിന് അങ്ങനെ തലക്കെട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ സുരേഷ് ബാബു സാർ പറഞ്ഞൊരു കാര്യത്തിലെ ഒരു വസ്തുതാപരമായ ഒരു പിശക്, ഈ ആശാ വർക്കർമാരുടെ ശമ്പളം അവർക്ക് കിട്ടുന്ന വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ടത് ആശാ വർക്കർമാർ മാത്രമല്ല അംഗൻവാടിക്കാരുൾപ്പെടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇനിയും വേണമെങ്കിൽ ആ പ്രകടന പത്രിക എടുത്ത് അത് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ അവർക്ക് 100 രൂപ പ്രതിദിനം വർദ്ധിപ്പിച്ചു കൊടുക്കാനില്ലാത്തപ്പോൾ MLA പെൻഷൻ, മന്ത്രിമാർക്ക് പ്രത്യേക പെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, MP-മാരുടെ പെൻഷൻ, അതുപോലെ തന്നെ കോളേജ് പ്രൊഫസറായിട്ടിരുന്നതിന്റെ പെൻഷൻ, ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന മനുഷ്യന് വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ഡൽഹിയിൽ പിണറായി വിജയന്റെ എന്താ പറഞ്ഞ അത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ഗവൺമെന്റിന്റെ ഏജന്റെന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മെൻറോ എന്തോ ആയി പ്രവർത്തിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ശ്രീ KV തോമസിന് പിണറായി വിജയന്റെ അപദാനങ്ങൾ വാഴ്ത്തി എഴുതിയേ മതിയാവൂ. അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്, അദ്ദേഹം എഴുതട്ടെ. ആ എഴുതുമ്പോഴും നമ്മുടെ ഒരു ചോദ്യമുണ്ട്, ഇദ്ദേഹം ഈ ഡൽഹിയിൽ നടത്തുന്ന ഈ ലെയ്സൺ പ്രവർത്തനങ്ങൾ, അവിടെ കേരള ഹൗസിൽ ഒരു IAS ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രതിനിധികളും ഇതിനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൽ കൂടാതെ ഇത്രയും വലിയ ശമ്പളവും ഒരു മന്ത്രിയുടെ പദവിയും ഓഫീസും സ്റ്റാറ്റസും അവർക്കുള്ള ശമ്പളവും കൊടുത്ത് ഇദ്ദേഹത്തിനെ എന്തിന് ഇരുത്തിയിരിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. ഇദ്ദേഹം നേടിയ നേട്ടം എന്താണെന്നും ആർക്കും അറിയില്ല. അപ്പൊ ചുമ്മാ കേരള ഗവൺമെന്റിൽ നിന്ന് പ്രതിമാസം 1-2 ലക്ഷം രൂപ മേടിക്കുന്ന ഒരാൾക്ക് പിണറായി വിജയന്റെ അവദാനം എഴുതി അദ്ദേഹത്തെ സൂചിപ്പിക്കണം. അടുത്തത് അവദാനം എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഖാവ് എന്ന പേരിൽ EP ജയരാജനാണ്. EP ഇതെഴുതാൻ 2 കാരണമുണ്ട്. ഒന്ന്, ഇടതുപക്ഷ ഏകോപന സമിതിയുടെ കൺവീനർ ആയിരുന്ന EP മാറാനുള്ള കാരണം എന്തെന്ന് EPക്ക് അറിയാം. 2, വൈദേഹം എന്ന് പറയുന്ന റിസോർട്ട് മൊറാഴയിലെ പഴയ സഖാക്കളുടെ പോരാട്ട ഭൂമിയിലെ 35 കോടിയുടെ റിസോർട്ടും ആ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അതിന്റെ റെക്കോർഡുകളെല്ലാം ശ്രീ പിണറായി വിജയനുണ്ട്. അപ്പൊ EP ജയരാജനും 80-ാം വയസ്സെത്തുന്ന പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട് അവദാനങ്ങൾ പാടേണ്ടത് അവരുടെ 2 പേരുടെയും ആവശ്യമാണ്. പക്ഷെ ഇവിടെ ജനങ്ങൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യം, ഈ കൈപ്പുസ്തകത്തിലെല്ലാം ഇവർ പറയുന്നത്, ഞാൻ വിനയപുരസരം ശ്രീ സുരേഷ് ബാബു സാറും ഞങ്ങളും ഒക്കെ വളരെ അടുത്ത് ദീർഘമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളും ഒക്കെയാണ്. ഞാൻ വിനയപുരസരം ചോദിക്കുന്നു, സാർ, 4 കൊല്ലത്തെ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തറക്കല്ലിട്ട് കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖമോ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന മെട്രോയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വന്ന ഗെയിൽ എന്താ പറയുക വാതക പൈപ്പോ ഇതൊന്നുമല്ലാതെ
സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ 1, 2, 3. നിങ്ങൾ 3,50,000 സംരംഭങ്ങളുടെ കാര്യമാണ് പറയുന്നത് വ്യവസായ വകുപ്പിൽ. ഇതെവിടെയാണ്? കേരളത്തിൽ ഇപ്പോൾ 956 പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, ഈ 6 കോർപ്പറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ 1000 വരുന്നത്. നിങ്ങളുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരിടത്ത് ഒരു 3000 എണ്ണമെങ്കിലും ഉണ്ടെങ്കിലേ 3 ലക്ഷം തികയുള്ളൂ. ഒന്ന് ചൂണ്ടിക്കാണിക്കണം സാർ, കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന സംരംഭങ്ങൾ എവിടെയാണ്? ഈ സംരംഭങ്ങൾ വെറുതെ നിങ്ങളിങ്ങനെ ഈ കണക്കുകൾ, ഈ പൊള്ളയായ വാഗ്ദാനങ്ങളുമായി ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം, വികസന രംഗത്ത് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? ആർക്കെങ്കിലും ഇവിടെ ഒരു 10 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമോ? അന്ന് വൈകുന്നേരം നിങ്ങൾ അവിടെ കൊടികുത്തുമല്ലേ? അതല്ലേ ആന്തൂരിലെ ഷാജിക്ക് സംഭവിച്ചത്? അതല്ലേ കോട്ടയം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഷാജി മോൻ എന്ന് പറയുന്ന ഒരു പ്രവാസി താൻ 25 കോടി രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ തന്റെ സംരംഭത്തിന് അതിന് പ്രവർത്തനാനുമതി കിട്ടാൻ പഞ്ചായത്തിന്റെ മുമ്പിൽ എന്താ പറഞ്ഞ ഒരു പകൽ മുഴുവൻ കിടക്കേണ്ടതായിട്ട് വന്നു. കേരളത്തിലെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയാണ് കേരളത്തിൽ പോകുന്നത്. എറണാകുളത്ത് ഒരു വീട്ടമ്മ നടത്തുന്ന ഗ്യാസ് ഏജൻസിയിൽ അവർ പറയുന്ന 2 CITUക്കാരെ നിയമിക്കാത്തതിന് പറഞ്ഞത് എന്താണ്? അവിടെ ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന CITU നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ തീരുമാനിക്കും ഗ്യാസ് ഏജൻസി പ്രവർത്തിക്കണമെന്നോ. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. എത്രയോ പ്രവാസികളായ ആളുകൾ അവരുടെ സംരംഭങ്ങൾ നടത്താൻ പറ്റാതെ ഇപ്പോഴും സ്നേഹിതരെ, ശ്രീ സുരേഷ് ബാബു സാറെ, പഴയ ആ വരവേൽപ്പ്, ആ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ കേരളത്തിൽ എത്രയോ പേരുണ്ട്. ഇവിടെ ഒരു സംരംഭവും തുടങ്ങാനോ പൂർത്തീകരിക്കാനോ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ ഒരു ദുരന്തമായി മാറിയിരിക്കുക. നമ്മൾ കണ്ടല്ലോ തിരുവാർപ്പിൽ 4-5 ബസ് തുടങ്ങിയ ഒരു എക്സ് സർവീസ്മാൻ അവസാനം ബസിന്റെ മുമ്പിൽ അയാള് എന്താ പറഞ്ഞ കസേരയിട്ട് സത്യാഗ്രഹമായിട്ടിരിക്കുകയാണ്. CITUക്കാരനെ ഒന്ന് ഒഴിവാക്കി ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അയാളുടെ ചെവിക്കുറ്റിക്ക് അടി കൊടുക്കുന്നു. അതാണ് കേരളത്തിന്റെ നേർക്കാഴ്ച. ഇവിടെ പുതിയൊരു സംരംഭവും നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരാനും കഴിയില്ല. കേരളത്തിൽ ഒരു വ്യവസായവൽക്കരണവും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിങ്ങൾ പറയുന്ന ഈ എന്താ പറഞ്ഞ കൈപ്പുസ്തകത്തിൽ നിങ്ങൾ വിവരിക്കുന്ന ഒരു നേട്ടങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായ ഒരു കേരളം. ശരി, ഏതായാലും വാക്കിലും പ്രവൃത്തിയിലും 2 കാര്യങ്ങൾ എന്ന് മനസ്സിലാകുന്നുണ്ട് പൊതുജനത്തിന്, അക്കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ മേരി ജോർജ്, അതായത് കടക്കെണിയുണ്ട്, അങ്ങ് നേരത്തെ അത് വ്യക്തമാക്കി പറഞ്ഞതാണ്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ ഒന്നില്ല, ഞങ്ങൾക്ക് പിൻബലമായി പശ്ചാത്തല വികസനത്തിന് കൊണ്ടുവന്ന കിഫ്ബി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ യാഥാർത്ഥ്യം എത്രമാത്രം വലിയ ശതമാനം അധിക കടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ധൂർത്ത് മറുവശത്ത് നടക്കുന്നുമുണ്ട്. ഈ ഇല്ലായ്മയും ധൂർത്തും ഒരേ സമയം എങ്ങനെ? മിസ്റ്റർ കൃഷ്ണരാജ് എന്നോടാണോ? അതെ അതെ, മേഡത്തോടാണ്. ഹലോ മിസ്റ്റർ കൃഷ്ണരാജ്, എന്നോടാണോ? ഓക്കെ. അപ്പോൾ സുരേഷ് ബാബു നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ നിതിൻ ഗഡ്കരി നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ പറഞ്ഞ് ഒരു 10-20 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഭൂമി ഏറ്റെടുക്കാൻ ഇത്ര വിലയില്ലായിരുന്നു, ഇപ്പോൾ വില ഒത്തിരി കൂടിയിരിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിന് ഭൂമി ഏറ്റെടുക്കാൻ പൂർണ്ണമായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 10-20 കൊല്ലം എന്ന് നിതിൻ ഗഡ്കരി പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2014 BJP ഗവൺമെൻറ് വരുന്നത്. അങ്ങനെ 2014 വന്ന BJP ഗവൺമെൻറ് രണ്ടാം BJP ഗവൺമെൻറ്റിലാണല്ലോ ശ്രീ പിണറായി വിജയൻ അവകാശപ്പെടുന്നത് നാഷണൽ ഹൈവേ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ സ്വത്താണെന്നാണ്, അല്ലെങ്കിൽ കർമ്മ പദ്ധതിയാണ്, കർമ്മഫലമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാറുള്ളത്. അപ്പോൾ അതൊന്നും സുരേഷ് ബാബു ശ്രദ്ധിക്കണം. പിന്നെ 25% മാത്രമേ ഭൂമി ഏറ്റെടുക്കലിൻ്റെതിന് സംസ്ഥാന ഗവൺമെൻറ് വഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. ആ കാരണം പറഞ്ഞല്ല UDF ഗവൺമെൻറ് അന്ന് ഭരണത്തിൽ പോകുന്ന UDF ഗവൺമെൻറ് നാഷണൽ ഹൈവേക്ക് വേണ്ടി വളരെയധികം കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് ഗവൺമെൻറ് മാറി വരുന്നത്. ഗവൺമെൻറ് മാറി വന്നപ്പോൾ ആ സമയത്ത് അവരുടെ ഓഫീസ് അടച്ചു പോയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും UDF ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നതിൻ്റെ നേർരേഖയല്ലേ മിസ്റ്റർ സുരേഷ് ബാബു മറ്റേ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ശരിക്കു പറഞ്ഞാൽ തിരിശേഷിപ്പുമായിട്ട് കോട്ടയത്തേക്കുള്ള യാത്രയിൽ ജനം എങ്ങനെയാണ്
അതിനെ അകമ്പടി സേവിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ UDF ഗവൺമെൻറ് എങ്ങനെയായിരുന്നു എന്നുള്ളതിന് വേറൊരു എക്സാമ്പിൾ വേണ്ട. ഇനി ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും വരികയാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ അതായത് നേട്ടങ്ങളിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുന്നത് പോലെയുള്ള നേട്ടങ്ങൾ. ഇപ്പോൾ ഒരു കാരണം, അതായത് 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ, അത് ആര് കേട്ടാലും ചിരിച്ചു പോകും. മിസ്റ്റർ സേനാപതി അത് നല്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെയുള്ള ആകെ സംരംഭങ്ങൾ എന്ന് പറയുന്നത് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ആണ്. അതേപ്പറ്റി വളരെ വ്യാപ്തമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പഠനം ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബശ്രീ സംരംഭങ്ങൾ വാസ്തവമാണ്. അത് പക്ഷേ അവർക്ക് മാത്രമേ തൊഴിൽ നൽകുന്നുള്ളൂ, പുറത്തുനിന്ന് ആർക്കും തൊഴിൽ നൽകുന്നില്ല. അപ്പോൾ ഇവിടെ നടന്ന അതായത് ഈ ഗവൺമെൻറ് തന്നെ അപ്പോയിൻ്റ് ചെയ്ത ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ, ആ കമ്മീഷൻ്റെ ഒരു ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അസംബ്ലിയിൽ വെച്ച ഒരു ഉത്തരം എന്തായിരുന്നു? അത് ഒരു 2 ആഴ്ച മുൻപ് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അതായത് ആ വാതിൽ അടയ്ക്കുക. ഏത് വാതിലാണ് അടയ്ക്കാൻ പറഞ്ഞ്? പിൻവാതിൽ നിയമനം നടത്തുന്ന വാതിൽ, അതാണ് അടയ്ക്കുക എന്ന് പത്രങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ കണ്ടെത്തിയതനുസരിച്ച് ആ റിപ്പോർട്ട് മുഴുവൻ നോക്കിയാൽ മതി, വളരെയധികം പുറം വാതിൽ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു. കാരണം ഇതുപോലെ റാൻമൂളികളായിട്ട് സ്തുതിപാഠകരായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നട്ടല്ലില്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പുറകെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് പിൻവാതിൽ നിയമനമായിരിക്കണം. ബുദ്ധിയോടുകൂടി PSC വഴി വരുന്ന ആരും തന്നെ സ്വന്തം ബുദ്ധി അടിയറവ് വെച്ച് ആർക്കെങ്കിലും സ്തുതി പാഠനം നടത്തുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. അത് അസംബ്ലിയിൽ വെച്ചതാണ്, അതല്ലാതെ വെറും റിപ്പോർട്ടല്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന 25 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പിൻവാതിൽ നിയമനം. അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടത്തിയ മുഴുവൻ നിയമനങ്ങളും നിയമാനുസൃതമായ പരിശോധന നടത്തി അർഹതയുള്ളവരെ മാത്രം അപ്പോയിന്റ് ചെയ്യും, ബാക്കിയുള്ളവരെ പിരിച്ചുവിടുകയും ചെയ്യണമെന്ന് ഈ ഗവൺമെന്റിന്റെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷനാണ് ശുപാർശ ചെയ്തിരിക്കുന്നതും അസംബ്ലിയിൽ വന്നതും എന്ന് ഓർക്കുക. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് ഒന്ന് പോകാം. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ എന്താണ് ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റ് ഇൻ ദ ഇക്കോണമി? അതായത് കൃത്യമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വീതം കിട്ടുകയാണെങ്കിൽ ആ 1600 രൂപയും അതത് മാസം തന്നെ വിപണിയിലെത്തുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആ വിപണി ഉണരുന്നു. 62 ലക്ഷം പേർക്കാണ് അതായത് ഫ്രീ ബി ആയിട്ട് കൊടുത്തതാണ്. 42 ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന 42 ലക്ഷത്തെ 62 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, 62 ലക്ഷം പേരുടെ കയ്യിൽ 1600 രൂപ വീതം ഒരു മാസം കിട്ടിയാൽ അത് മുഴുവൻ വിപണിയിലെത്തുന്നു. അങ്ങനെ ഏതായാലും കുറച്ചെങ്കിലും പാവപ്പെട്ടവർക്കാണല്ലോ കിട്ടുന്നത്. വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വിപണിയിൽ അവരാവശ്യപ്പെടുന്ന ആ സാധനങ്ങളുടെ ഒക്കെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അതിനനുസരിച്ച് അവിടെ ഉൽപാദനം വർദ്ധിക്കും. അപ്പോൾ മുഖ്യമന്ത്രി ക്ലെയിം ചെയ്യുന്നതുപോലെ കുറച്ചെങ്കിലും സംരംഭങ്ങൾ അതിൻ്റെ പേരിലെങ്കിലും വന്നേനെ. അതിന് പോലും നിവൃത്തിയില്ലാത്ത രീതിയിലാണ് എല്ലായ്പ്പോഴും അതിന് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. ഇനി നമ്മൾ ആ കാർഷിക മേഖല, ആരോഗ്യ മേഖലയൊക്കെ പറഞ്ഞല്ലോ, കാർഷിക മേഖല ഒന്നെടുത്തു നോക്കുക. കാർഷിക മേഖലയിൽ കർഷകരെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ ഉല്ലസിച്ച് നടക്കുന്ന ഒരവസ്ഥ. വന്യമൃഗങ്ങളെ ഞാൻ കുറ്റം പറയുകയില്ല, അവ പരിസ്ഥിതിയുടെ ഭാഗമാണ്. അവയും ഒരു പരിധിവരെ നമ്മുടെ സഹോദരന്മാരാണ്. പക്ഷേ അവർക്ക് തീറ്റയും ഒക്കെ വനത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതിന് പകരം അത് തേടി നാട്ടിലേക്ക് വരുന്നു. അവ ഭയപ്പെടുത്തുന്നത് മൂലം കൃഷി ഉപേക്ഷിച്ചു പോകുന്നു. ഒരുപാട് കർഷകർ കൊല്ലപ്പെടുന്നു, ജീവിതം ഭീതിയിലാകുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് ആരാണ്? ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയല്ലാതെ ഒരു വനം മന്ത്രി. നേരത്തെ സേനാപതി വേണു ഒരു പഠന റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. അത് 101% ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ ഇനി അതിലേക്ക് വരുന്നില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് കാർഷിക മേഖല, അന്നമില്ലെങ്കിൽ ആർക്കാണ് ജീവിക്കാൻ പറ്റുക? അന്നം ധനികനും അതുപോലെ ഏറ്റവും പാവപ്പെട്ടവനും ഒരുപോലെ ആവശ്യമുള്ള വസ്തുവല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് കാർഷിക മേഖല ഇത്രയധികം തഴഞ്ഞ്
തള്ളപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. കാർഷിക മേഖലയുടെ മന്ത്രിയുടെ കുറ്റമായിരിക്കുകയില്ല. അതായത് ഒരു മന്ത്രിക്കും സ്വന്തം തീരുമാനമെടുക്കാൻ അവകാശമില്ലാത്ത ഒരു ഗവൺമെന്റ്, റാൻമൂളികളായിട്ട് കുറേ മന്ത്രിമാര്, അവരുടെ റാൻമൂളികളായിട്ട് കുറേ മറ്റേ എന്താ പറയുക സെക്രട്ടറിമാരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർ, ഒരൊറ്റയാള് ചങ്കൂറ്റത്തോടുകൂടി ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റ് എന്നെ താഴെ പോകുമായിരുന്നു. അതാണ് അവസ്ഥ. ഇനി ഒക്കെ പോട്ടെ, വിദ്യാഭ്യാസ ഹബ്ബ് ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒന്നാമത്തെ ബജറ്റിൽ ഡോക്ടർ ഐസക് മുതൽ തുടങ്ങിയതാണ്. എന്നിട്ട് എവിടെ നിൽക്കുന്നു ആ ഒന്നാമത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ്? ഇതാ ഈ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ നോക്കുക. ഇന്ത്യയിൽ നിന്ന് ആകെ എടുക്കുന്ന, അതായത് പഠനം വിദേശത്തോ സ്വദേശത്തോ ആകട്ടെ, പഠന വായ്പകളിൽ 37% കേരളത്തിൽ നിന്നാണെന്ന്, 37.1% കേരളത്തിൽ നിന്നാണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.5% മാത്രമാണ് കേരളത്തിലുള്ളത്. അപ്പൊ 2.5% പോപ്പുലേഷനിൽ അവരുടെ മക്കളെ റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്തിൽ താഴെയാണ്, ഏറ്റവും താഴ്ന്ന റേറ്റ് ഓഫ് ഗ്രോത്ത് ഉള്ള കേരളത്തില് ആ കുട്ടികൾ, ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് 37% വായ്പ എടുക്കുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ കേരളം വിടുക, കേരളത്തിൽ രക്ഷയില്ല. അതായത് കുട്ടികളെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. കൊലക്കളമായി മാറി കോളേജുകൾ, പിന്നെ യൂണിവേഴ്സിറ്റികളും ഒക്കെ. നമുക്കറിയാം ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതുപോലെ രാസലഹരി മാഫിയ അങ്ങനെ അങ്ങ് പോവുകയാണ് ക്യാമ്പസുകൾ. അപ്പോൾ ക്യാമ്പസുകളിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ക്യാമ്പസുകളിലേക്ക് അയക്കുന്ന എന്തിനാണ്? കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയെ അയച്ചാൽ പോലും അതിന് രാസലൈനി കലർന്ന മുട്ടായി കൊടുക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെല്ലാം തരം ഭയമാണ് മാതാപിതാക്കൾക്കെന്ന് അറിയാമോ? അതുപോലെ പോക്സോ കേസിനെ പറ്റി നമ്മുടെ തന്നെ ഒരു MP പിന്നെ പാർലമെന്റിൽ ചോദിച്ചു ഒരു ചോദ്യം. അപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ പോക്സോ കേസുകൾ വളരെ പെട്ടെന്ന് എന്താണ് അതിൻ്റെ പരിസമാപ്തിയിലെത്തി അവസാന വിധി വരുന്നു. പക്ഷേ കേരളത്തിൽ വളരെ പതുക്കെയാണ്. 11% കേസുകൾക്ക് മാത്രമാണ് വിധി കിട്ടിയത് എന്നാണ് നിരീക്ഷിച്ചത്. അപ്പോൾ പോക്സോ കേസുകൾ വളരെയധികം വർദ്ധിക്കുന്നു. പക്ഷേ അതായത് എന്ന് വച്ചാൽ ഇരുണ്ട കേരളം, പ്രകാശം നശിച്ച കേരളം, കേരളത്തിൽ നിൽക്കുന്ന ഞാനടക്കം, ഞാൻ എൻ്റെ മക്കളോട് പോലും പറയുമായിരുന്നു, നിങ്ങൾ വിദേശത്ത് എവിടെ പഠിക്കാൻ പോയാലും തിരിച്ച് ഇന്ത്യയിൽ വരണം, ഇന്ത്യയെ സേവിക്കണമെന്ന്. എനിക്ക് പോലും ഇന്ത്യ വിട്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നത്തക്ക ഇരുണ്ട കേരളമായി കേരളം മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒക്കെ കാരണം ഈ 9 വർഷത്തെ ഭരണമാണ് എന്ന് LDF-കാർ മനസ്സിലാക്കണം. TP ജയേന്ദ്രൻ മാസ്റ്റർ, ഇങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ട്? മന്ത്രിക്കുന്ന 80ാമത്തെ പിറന്നാളാണ്. അദ്ദേഹത്തിന്റെ തന്നെ അവലോകനത്തിൽ അദ്ദേഹത്തിന് ഇനി അറിയാം എത്ര കാലമുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പട്ടാഭിഷേകത്തിന്റെ അണിയറ ഒരുക്കത്തിലാണ്. നേരത്തെ സേനാപതി വേണു പറഞ്ഞു മന്ത്രിമാരുടെ കാര്യശേഷിയെക്കുറിച്ച്. കേരളത്തിലെ മുഖ്യമന്ത്രി അത് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ കാര്യശേഷിയുള്ള ഒരു മന്ത്രി പട ഉണ്ടാകണമെന്നോ കേരളത്തിലെ ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പകരം തന്റെ അനന്തരാവകാശിക്ക് അധികാരം ലഭിക്കണം. അതിനുവേണ്ടി പ്രത്യേക അനുമതി അദ്ദേഹത്തിന് മാത്രമേ ബാധകമുള്ളൂ. ശ്രീമതി ടീച്ചർക്ക് പോലും ആ അനുമതി ലഭ്യമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ നൽകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. 3 കാര്യങ്ങൾ മാത്രം ഞാൻ ഈ പരിമിതമായ സമയത്തിൽ ചൂണ്ടിക്കാണിക്കാം. CPM-ന്റെ 9ാം വാർഷികത്തിൽ നമ്മളിപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 45ാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ, പറയുന്നു സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കും. അംഗനവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപികർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിനും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 ആക്കും. സുരേഷ് സാർ, ഇത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയാണ്. മറ്റൊന്ന് 45ാമത്തെ ഹെഡിംഗ് ആണ്. 39ാമത്തെ ഹെഡിംഗ് പറയുന്നു പ്രത്യേക വികസന പാക്കേജുകൾ 5 കൊല്ലം കൊണ്ട് നടപ്പിലാക്കും. 2021 പ്രകടന പത്രികയാണ്. 7500 കോടി രൂപയുടെ വയനാട് പാക്കേജ്,
12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ്, 2,500 കോടി രൂപയുടെ കുട്ടനാട് പാക്കേജ്, 5,000 കോടി രൂപയുടെ തീരദേശ പാക്കേജ്, ഇവയൊക്കെ നടപ്പിലാക്കും. എവിടെ എത്തി എന്ന് പ്രോഗ്രസ് റിപ്പോർട്ടുകാർ പറയുമോ? വീണ്ടും പറയുന്നു 32ാമത്തേത് എന്താണ്? ശിശു വികസന സൗഹൃദ സംസ്ഥാനമാക്കി കേരളം മാറ്റും. 42ാമത്തെ ഹെഡിങ്. ഇന്നും ഒരു പിഞ്ചു കുഞ്ഞ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നില്ല. 49ാമത്തെ ഹെഡിങ് പറയുന്നു എല്ലാ നിയമനങ്ങളും PSCക്ക് വിടും. ഏതൊക്കെ? സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ, പൊതുമേഖല സ്ഥാപനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റൂളുകൾക്ക് രൂപം നൽകി നിയമനങ്ങൾ PSCക്ക് വിടും. ഇന്ന് എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഒരു പട്ടാഭിഷേകത്തിന്റെ അണിയൊരുക്കങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ, സൗദി അറേബ്യയിലും ഖത്തറിലും വിദേശത്തും അവദാനങ്ങൾ വാഴ്ത്താനുള്ള ഒരു പടയെ സൃഷ്ടിച്ച് തന്റെ മരുമകന് ഭരണാധികാരം ബാക്കി നൽകാനുള്ള അണിയറ ഒരുക്കങ്ങളായിട്ട് മാത്രമാണ് കേരളം. എന്ത് നരകിച്ചാലും വിരോധമില്ല. കേരളത്തിലെ സാധാരണക്കാർ തകർന്നടിഞ്ഞാലും വിരോധമില്ല. കേരളം അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇങ്ങനെ 100 കോടിയുടെ പരസ്യം, നവകേരള യാത്രയുടെ 100 കോടി, പിന്നെ അതിനുശേഷം ഇപ്പം എന്താ പറയുക, ടൂറിസം വകുപ്പിന്റെ ഭാഗമായി 70 കോടിയുടെ പരസ്യം, ഈ 10 കോടിയുടെ പരസ്യം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം മഴക്കാല പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതാണ്. മുൻ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ ഒരു പ്രീ മൺസൂൺ ശുചീകരണ പ്രക്രിയ, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രക്രിയ, ഇപ്പൊ കോവിഡ് തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു, ഡെങ്കിപ്പനി, നിപ്പ, ഇല്ലാത്ത മുഴുവൻ പ്രതിസന്ധിയും കേരളം, ഇതെല്ലാം കേരളത്തെ വലിയ പ്രതിസന്ധിയിൽ എത്തിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തേണ്ട ഒരു സമയമാണ്. ഈ 10 കോടി രൂപ കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും വീതിച്ചു കൊടുത്താൽ അവർക്ക് എത്രയോ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നു. രണ്ടാമതായിട്ട്, ഈ ചർച്ച തീരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ദേശീയപാതയുടെ തകർച്ച. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ ദേശീയപാതയിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. ഈ ദേശീയപാത ഏതായാലും അത് തകർന്നു വീണ ദിവസം അവിടെ യാത്രക്കാരില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ജൂൺ ജൂലൈ മാസത്തിൽ എന്താണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മഴയുടെ തോതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ദേശീയപാത സമ്പൂർണ്ണമായും ചിലപ്പോൾ ഐസ് കട്ട ഒലിച്ചു പോകുന്ന പോലെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഗവൺമെന്റ്, അത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ആയിക്കൊള്ളട്ടെ, എന്തുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ തകരാൻ കാരണമായി? നിർമ്മാണത്തിലെ അപാകതയാണോ, അഴിമതിയാണോ, സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥയാണോ, കേന്ദ്ര ഗവൺമെന്റിന്റെ അനാസ്ഥയാണോ, കരാറുകാരന്റെ അനാസ്ഥയാണോ? ഇത് കണ്ടെത്തണം. മനുഷ്യന്റെ നികുതി പണം കൊണ്ട് ഈ നിർമ്മാണ പ്രക്രിയകൾ നടത്തുമ്പോൾ ഇത് റീൽസ് മാത്രം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ നേട്ടങ്ങൾ പറഞ്ഞാൽ ആരാണ് കുറ്റക്കാര് എന്നുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തി ഇനി ഇങ്ങനെ ഒരു കുഴപ്പം. കാരണം ഇത് പൻവേല് മുതൽ എന്താ പറഞ്ഞ തമിഴ്നാട് അപ്പുറം കളിയിക്കാവളെ അപ്പുറം ചെന്ന് നിൽക്കുന്നതാണ്. ഈ കേരളത്തിൽ മാത്രം എന്താണ് ഇതിങ്ങനെ ഈ തകരുന്നത്? ബാക്കി പ്രദേശങ്ങളിലൊന്നും ഈ തകർച്ചയില്ലല്ലോ. അപ്പൊ എന്തോ ഇവിടെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം എന്ത് എന്ന് അത് അടിയന്തരമായി അന്വേഷിച്ച് അത് കണ്ടെത്തുകയും ഇത് തിരുത്തുകയും ചെയ്തില്ല എങ്കിൽ ദേശീയപാത ദേശീയ ദുരന്തമായി വരും ദിവസങ്ങളിൽ. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല എങ്കിൽ പോലും പറഞ്ഞു നിർത്തുന്നു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ ചർച്ചയിൽ ഞങ്ങൾ 3 പേര് രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. മേരി ജോർജിനെ വിളിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു സാമ്പത്തിക അവലോകനം കൂടി ഉണ്ടാവുമെന്നാണ്. അവർ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കുറിച്ചും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും വേണുവും ഞാനും ഒക്കെ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് ബോധ്യമാവും. ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ നിഴല് പോലെ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ 3 ദിവസവും വേണുവും ഞാനും ഒക്കെ കോട്ടയത്ത് ഖബറിലേക്ക് എത്തുന്നത് വരെ കൂടെ മരണം അറിഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കീർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും പറയുമ്പോൾ അങ്ങനെ ഒരു കളിയാക്കി പറയുന്നത് ഒരു ഭംഗിയല്ല എന്ന് എനിക്ക് അവരെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ല, അത് കളിയാക്കി അല്ല പറഞ്ഞത്, കാര്യമായി തന്നെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലും അത് പറഞ്ഞത്
അല്ല അങ്ങനെയല്ല. ഇതിനകത്ത് ഇൻസിനുവേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും, എന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാനൊരു വ്യക്തിഗതമായ ഒരു പരാമർശത്തിലേക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. എല്ലാ ചർച്ചകളിലും ഒരു സാങ്ക്ടിഫൈഡ് ബോഡി എന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ, സാങ്ക്ടിഫൈഡ് ബോഡി എന്ന് ഞാൻ പറഞ്ഞത്. അത് ഇൻസിനുവേഷൻ അല്ല, റെസ്പെക്ട് മാത്രം. ശരി ശരി. ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി വേണുവിനും സേനാപതി വേണുവിനും എനിക്കും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവും കടപ്പാടും അത് മറ്റിവിടെ നിൽക്കുന്ന 5 പേരിൽ അവരെക്കാൾ മേലെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഞങ്ങളതാണ് ഉമ്മൻചാണ്ടി. ഇനി പറയുന്ന കാര്യങ്ങളിൽ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ നാട്ടിനെ സംബന്ധിച്ച് ശരി ശരി ശരി, പറഞ്ഞത് പൂർത്തിയാക്കും. ഇല്ല, ഞാൻ മതി, എനിക്ക് ഇനി രണ്ടാമത് വേണ്ട, കുഴപ്പമില്ല, മതി, അവർ പറഞ്ഞോട്ടെ. അതല്ല, ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടുള്ള 101% ആദരവും സ്നേഹവും കാണിച്ചുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ചത്. അത് കേട്ടവർക്ക് അത് ഒഴിവാക്കുക. അതിന് ഈ പ്രശ്നമില്ല, അത് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് പ്രശ്നമല്ല. നമുക്ക് ഈ വിഷയം എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പോക്കെങ്ങോട്ട്? ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അതായത് കേരളത്തെ മുഖ്യമന്ത്രി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി കേരളത്തെ സത്യം പറഞ്ഞാൽ ഒരു 30-35 വർഷം പിന്നോട്ടടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാഷണൽ ഹൈവേ പൂർത്തിയായി വരട്ടെ, അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പരിഹരിച്ച് വരട്ടെ. പക്ഷേ അതുപോലെ വിഴിഞ്ഞം പദ്ധതിയും വന്നു. പക്ഷെ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, അവിടുന്ന് നിഷ്കാസിതരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, ഇവർ പാവപ്പെട്ടവരെ അങ്ങ് നന്നാക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് ആരെങ്കിലും ഒപ്പിയിട്ടുണ്ടോ? ഞാൻ മുതലപ്പൊഴി മുതൽ അടിമലത്തുറ വരെ തീരത്തുകൂടെ നടന്ന ഒരു സ്ത്രീയാണ് ഞാൻ മാത്രമല്ല, വേറെ ഞങ്ങൾ 3-4 പേര് കൂടിയിട്ട് അന്ന് കണ്ട കാഴ്ചകൾ ഇന്നും എൻ്റെ കണ്ണ് ഈർന്നണിയിക്കത്തക്ക രീതിയിലുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പണിയുന്ന വീടൊക്കെ നശിച്ചുപോയ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഈ ഗവൺമെന്റ്? അവിടെ അവിടെ എന്ത്? ശരി മാഡം, സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ഈ ചർച്ച തുടങ്ങുമ്പോൾ ഇടതു സഹയാത്രികൻ കൂടിയായ റഫീഖ് അഹമ്മദ് എന്ന കവി എഴുതിയ വരികൾ ആശമാരുടെ സമരയാത്രയ്ക്കായി, അതിലെ 4 വരികൾ പറഞ്ഞുകൊണ്ടായിരുന്നു. മറ്റു 4 വരികൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സർക്കാരിൻ്റെ മുഖത്തു നോക്കിയാണ് ഈ പറയുന്നത്. നിങ്ങളെ ഞങ്ങൾക്കറിയാം, ചുവന്ന പട്ടിനകത്ത് പുളയ്ക്കും ഇരുട്ടു നന്നായി അറിയാം. ആശകൾ തല്ലിക്കൊഴിച്ചുകൊള്ളൂ, ആശയം ഇവിടെ മരിക്കില്ല എന്നാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് മാസപ്പടിക്ക് കൂടി വലിയൊരു ഫ്ലെക്സ് ബോർഡ് തയ്യാറാക്കി ആശംസകൾ അർപ്പിച്ചു വയ്ക്കണം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, സേനാപതി വേണു, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഡോക്ടർ മേരി ജോർജ്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.